ഹായ് ഓൾ, ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്ന VFA കമ്പനി ബോർഡ് ഉൾപ്പെടെയുള്ള ബെവ്കോ LD ഉൾപ്പെടെയുള്ള എക്സാമുകൾക്ക് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടി ഇപ്പോൾ റീസെന്റ് 2025 നമ്മൾ ലാസ്റ്റ് വീഡിയോ വരെ ഏറ്റവും പുതിയ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ ഭാഗങ്ങളിൽ റീസെന്റ് ഈ അവസാനം നടന്ന ASM 2 ഘട്ടങ്ങളിലായി നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഉൾപ്പെടെ അതുപോലെ ഫോഴ്സ് എക്സാമുകൾ ഉൾപ്പെടെയുള്ള ചോദ്യപേപ്പറുകളിൽ നിന്നും എടുത്ത ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും. സോ കൃത്യമായി ഫോളോ ചെയ്യുക. നമുക്കറിയാം കഴിഞ്ഞ എക്സാമുകൾ കറണ്ട് അഫെയർ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അതേ മേഖല തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ വരുന്ന അതേ മേഖല തന്നെ വരുന്നു. സോ കൃത്യമായി ഫോളോ ചെയ്യുക. എക്സാമുകൾക്ക് മാർക്ക് കൃത്യമായി കയ്യിലിരിക്കും. സോ മുന്നോട്ട് പോകുന്നു. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് റീസെന്റ് നടന്ന എല്ലാ പരീക്ഷകളിലും കൃത്യമായി നമ്മൾ കണ്ടൊരു ചോദ്യമാണ്. റീസെന്റ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പെഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെ കുറിച്ച് ആ പോയിന്റ് ശ്രദ്ധിക്കുക. അതായത് ജമ്മു കാശ്മീരിലെ പെഹൽഗാം എന്ന ഗ്രാമത്തിൽ 2025 ഏപ്രിൽ മാസം 22-ാം തീയതി ആ ഡേറ്റ് മാർക്ക് ചെയ്ത് വെക്കുക. ഈ വർഷം ഏപ്രിൽ മാസം 22-ാം തീയതി നടന്ന ഭീകരാക്രമണം, അതിന് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത മറുപടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെ പഠിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ എന്നതാണ്. തീർച്ചയായും ഈ പ്രതിരോധ ആക്രമണത്തെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധനം ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ടത് 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു. ഇന്ത്യയുടെ അഭിമാനമായ 2 വനിതാ ഉദ്യോഗസ്ഥരാണ് ഈ ഓപ്പറേഷനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനായി എത്തിയത്. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത ആ 2 വനിതാ ഉദ്യോഗസ്ഥരുടെ പേര് റീസെന്റ് നടന്ന കുറച്ചധികം എക്സാമുകളിൽ വന്നതാണ്. ഓപ്ഷനിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു കഴിഞ്ഞു. സോഫിയ ഖുറൈഷി, വ്യോമിക സിംഗ്. സോഫിയ ഖുറൈഷി, വ്യോമിക സിംഗ് എന്നിവരാണ്. സോ 1, 3 എന്നിവയാണ് ഇവിടെ ശരിയായ പ്രസ്താവന. 1 and 3 ഓപ്ഷൻ സി ശരിയായ ഉത്തരം. ആരൊക്കെയാ? സോഫിയ ഖുറൈഷി, വ്യോമിക സിംഗ്, സോഫിയ ഖുറൈഷി എന്നിവരാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യമായി ഈച്ച് ആൻഡ് എവരി ലൈൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പെഹൽഗാമിനടുത്തുള്ള ബൈസരൺ താഴ്വരയിൽ, ആ ഓരോ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പെഹൽഗാമിനടുത്തുള്ള ബൈസരൺ താഴ്വരയിലാണ് ഒരു തീവ്രവാദി ആക്രമണത്തിൽ ഒരു തദ്ദേശവാസി ഉൾപ്പെടെ 26 വിനോദസഞ്ചാരികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. നമ്മളുടെ സഹോദരങ്ങൾ 20-ലധികം പേർ പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് 2025 പെഹൽഗാം ആക്രമണം. ശ്രദ്ധിക്ക്, ഒരുപാട് നാളായിട്ടില്ല. ഈ വർഷം തുടക്കത്തിൽ നടന്ന ഒരു സംഭവം. 2025 ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് പെഹൽഗാം ആക്രമണം. ആ ഡേറ്റ് നോട്ട് ചെയ്യുക. 2025 ഏപ്രിൽ 22. എവിടെയാ? ജമ്മു കാശ്മീരിലെ പെഹൽഗാം എന്ന ഗ്രാമം, അനന്ത്നാഗ് ജില്ല, ബൈസരൺ താഴ്വര. 26ഓളം പേരെയാണ് നമുക്ക് നഷ്ടമായത്. 20-ലധികം പേർക്ക് പരിക്ക് സംഭവിച്ചു എന്ന് ഓർക്കുക. മുന്നോട്ട് വരുന്നു, ശ്രദ്ധിക്ക്, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഏറ്റവും അവസാനമായിട്ട് ഈ ഓഗസ്റ്റ് മാസം ഇന്ത്യ കൊടുത്ത മറുപടി, അതായത് ഈ ഭീകരാക്രമണത്തിൽ പങ്കാളികളായ 3 ഭീകരവാദികളെ ഇന്ത്യൻ സേന വധിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ് മലനിരകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ആ ഒരു ഓപ്പറേഷനെ ഓപ്പറേഷൻ മഹാദേവ് എന്താണ്
ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളായ 3 പേരെ ഇന്ത്യൻ സേന വധിച്ച ദൗത്യം ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എക്സാമിന് ചോദിക്കും, ഉറപ്പ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഭീകരവാദികളെ വധിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ഡേറ്റ് ഒരു PSC എക്സാം, കേരള PSC അല്ല, മറിച്ച് ഇന്ത്യയിൽ നടന്ന മറ്റൊരു PSC എക്സാമിന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച വർഷം മാസം ഡേറ്റ് ചോദിച്ചു. 2025 മെയ് മാസം 7-ാം തീയതി. ആ പോയിന്റ് ശ്രദ്ധിക്കുക. 2025 മെയ് 7. 2025 ഏപ്രിൽ 22-ന് പെഹൽഗാം ആക്രമണമാണ്. 2025 മെയ് മാസം 7-ാം തീയതി. 2025 മെയ് 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂർ, പെഹൽഗാം ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടി, പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ആ ഭീകരവാദികളെ വധിച്ച ദൗത്യം ഓഗസ്റ്റ് മാസം നടന്ന ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ് തെറ്റിക്കരുത്, എക്സാമിന് ഇനിയും 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 ചോദിക്കും. ശ്രദ്ധിച്ചേ, മുന്നോട്ട് പോകുന്നു, കൃത്യമായിട്ട് പഠിക്കുക. പെഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണം. നമുക്കറിയാം, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ പ്രതിരോധിച്ചത്, ഇന്ത്യ ആക്രമിച്ചത്. കൃത്യമായി അത് രാജ്യത്തിന് മുമ്പിൽ വിശദീകരിച്ച വനിതാ സൈനിക ഉദ്യോഗസ്ഥരുടെ പേര് ഒന്നുകൂടി ഓർത്തു വെക്കുക. സോഫിയ ഖുറൈഷി, വ്യോമിക സിംഗ്. സോഫിയ ഖുറൈഷി, വ്യോമിക സിംഗ് എന്നിവരെ കൃത്യമായിട്ട് മനസ്സിലോർക്കുക. ഇനി അതിനെ തുടർന്ന് നിരവധി അനവധി സംഭവങ്ങൾ ഇന്ത്യ എടുത്ത സ്റ്റെപ്പുകൾ നമുക്കറിയാം. അതിൽ വലിയ പ്രാധാന്യത്തോടുകൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തു വെക്കേണ്ട ഒരു സംഭവമാണ്, ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചില നീക്കങ്ങൾ കൂടി ഇവിടെ നടത്തി. അതിന്റെ ഭാഗമായി പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന വണ്ണം സിന്ധു നദീ ജല കരാർ ഇന്ത്യ റദ്ദാക്കി എന്നൊരു വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സിന്ധു നദീ ജല കരാർ ഇന്ത്യ റദ്ദാക്കുകയാണ് ചെയ്തത്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ വീണ്ടും പോവേണ്ടി വരും. 1960 സെപ്റ്റംബർ മാസം 19-ാം തീയതി. എന്താ പ്രാധാന്യം? സിന്ധു നദീ ജല കരാർ ഒപ്പുവെച്ച വർഷം മാസം ഡേറ്റ് 1960. 1960 1960 സെപ്റ്റംബർ മാസം 19. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീ ജല കരാർ എന്ത് ചെയ്യുകയാണ്? പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീ ജല കരാർ റദ്ദാക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും കറാച്ചിയിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയായിരുന്നു. ശ്രദ്ധിച്ചേടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാനും കറാച്ചിയിൽ ഒപ്പുവെച്ചു. 1960 സെപ്റ്റംബർ 19 നെഹ്റു, അയ്യൂബ് ഖാൻ. എന്താണ് ചോദ്യം? സിന്ധു നദീ ജല കരാർ. മാത്രമല്ല ലോക ബാങ്ക്, വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ, ലോക ബാങ്കിന്റെ സഹകരണത്തോടെ, വേൾഡ് ബാങ്കിന്റെ സഹകരണത്തോടെ ആയിരുന്നു നമ്മുടെ സിന്ധു നദീ ജല കരാർ ഒപ്പുവെച്ചത് എന്നുകൂടി അറിഞ്ഞു വെക്കുക. ഇനി നമുക്കറിയാം, നിലവിൽ ഏറെ പ്രാധാന്യത്തോടു കൂടി ഓർത്തു വെക്കുക, നിലവിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി നിലവിലാരാ? അത് അമിത് ഷാ. അത് അമിത് ഷായാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായാണ്. ശ്രദ്ധിക്കുക, മണ്ഡലം അറിഞ്ഞു വെക്കുക. പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഗാന്ധിനഗർ. ഗാന്ധിനഗർ എവിടെയാ? ഗുജറാത്തിലെ ഗാന്ധിനഗർ. അമിത്ഷായുടെ വകുപ്പ് ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മണ്ഡലം ഗാന്ധിനഗർ ഓർത്തു വെക്കുക. മുന്നോട്ട് പോകുന്നു. നിലവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. എടാ, ഹോം മിനിസ്റ്റർ അമിത് ഷാ, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഗാന്ധിനഗർ മണ്ഡലം. എന്നാൽ
കേന്ദ്ര പ്രതിരോധ മന്ത്രി, കേന്ദ്ര ഡിഫൻസ് മിനിസ്റ്റർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാ? അത് രാജ്നാഥ് സിംഗ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. യു പിയിലെ ലക്നൗ ആണ് മണ്ഡലം. ആ പോയിന്റ് ശ്രദ്ധിക്കടാ. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. യു പിയിലെ ലക്നൗ മണ്ഡലമാണ്. തെറ്റിക്കുകയേ ചെയ്യരുത്. ഇനി ശ്രദ്ധിച്ചേ, നിലവിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറാണ്. ഗുജറാത്ത് ആണ് മണ്ഡലം. ശ്രദ്ധിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, സുബ്രഹ്മണ്യം ജയശങ്കർ, ഗുജറാത്ത് മണ്ഡലമാണ്. എക്സാമിന് ചോദിക്കും. നമുക്കറിയാം, റീസെന്റ് പ്രധാനമന്ത്രി, നിലവിൽ ഇന്ത്യയുടെ 3ാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ നരേന്ദ്രമോദിയുടെ മണ്ഡലം ചോദിച്ചു. എവിടെയാണ്? വാരണാസിയാണ് നരേന്ദ്രമോദിയുടെ മണ്ഡലമെങ്കിൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, മണ്ഡലം ഓർത്തു വെക്കുക ഗാന്ധിനഗർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മണ്ഡലം ലക്നൗ ആണ്. 3ാമത് പറയുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഗുജറാത്ത് മണ്ഡലം. കൃത്യമായിട്ട് പഠിക്കുക. ഇനി റീസെന്റ് നടന്ന ഒരു എക്സാമിന് കറണ്ട് അഫയറിൽ നിന്നും ചോദിച്ചു, നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ പേര്. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, വിദേശകാര്യ സെക്രട്ടറി, ഇന്ത്യയുടെ നിലവിലെ ഫോറിൻ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറിയുടെ പേര് വിക്രം മിശ്രി എന്ന് പഠിക്കുക. റീസെന്റ് ചോദിച്ച ചോദ്യമാണ്. മുന്നോട്ട് പോകുന്നു. ശ്രദ്ധിക്ക്. ഓക്കെ, ഫൈൻ. അടുത്തതായിട്ട് വരികയാണ് രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും റീസെന്റ് വന്നൊരു ചോദ്യമാണല്ലേ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ. കുറച്ചു നാളായിട്ട് ഇവിടുന്ന് ചോദ്യങ്ങൾ കുറവായിരുന്നു. ഡയറക്റ്റ് ആളുകളെ ചോദിക്കുന്നത് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. ചോദ്യം ഇങ്ങനെ പഠിക്കുക: ഭരണഘടനാ നിയമനിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ശ്രദ്ധിച്ചേ, 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ? ആകെ 389 പേരുണ്ടായിരുന്ന നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389, 389 പേരുണ്ടായിരുന്നു. അതിൽ മലയാളികളുടെ എണ്ണം 17 ആണെന്ന് ഓർക്കുക. ശ്രദ്ധിക്കുക, ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, നമുക്കറിയാം ആ സമയം 46 കാലഘട്ടമാണ്. അന്ന് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്ന രീതിയിലാണ് ഇന്നത്തെ കേരളം രൂപീകരിച്ചിട്ടില്ല. സ്വാഭാവികമായും 17 മലയാളികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. 17 മലയാളികളിൽ ചുവടെ പറയുന്നവയിൽ ആരാണ് തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗം എന്നതാണ് നമ്മുടെ ചോദ്യം. കൃത്യമായി ശ്രദ്ധിക്കുക. മുന്നോട്ട് പോവുകയാണ്. കെ.എ. മുഹമ്മദ്, പനമ്പള്ളി ഗോവിന്ദമേനോൻ, എ.കെ. മേനോൻ, കെ. മാധവ മേനോൻ. നമുക്ക് കൃത്യമായിട്ട് വരാം. ശ്രദ്ധിക്ക്, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. മുന്നോട്ട് പോകുന്നു. വിശദീകരണത്തിലേക്ക് വന്നിട്ട് ഉത്തരത്തിലേക്ക് പോകാം. ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ മാസം 6-ാം തീയതി, ഏറ്റവും ബേസിക് പോയിന്റ് ആണ്, എല്ലാവർക്കും കിട്ടുന്ന മാർക്കാണ്. അതായത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡിസംബർ മാസം 6-ാം തീയതി, 46 ഡിസംബർ 6-ാം തീയതിയാണ് ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന തയ്യാറാക്കുവാൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച ഡേറ്റ് ഏതാണ്? 46 ഡിസംബർ മാസം 6-ാം തീയതി. ഇനി ആദ്യമായിട്ട് ഇത് മീറ്റിംഗ് കൂടിയത് ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ന്യൂഡൽഹിയിലെ പാർലമെന്ററി ഹാൾ, പഴയ പാർലമെന്ററി ഹാളാണ്. 46 ഡിസംബർ മാസം 9-ാം തീയതിയാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. കൃത്യമായി പഠിക്കുക. ബേസിക് ചോദ്യങ്ങളാണ്. അവിടുന്ന് മിക്കവാറും വരുന്ന ചോദ്യമാണ്. ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സമ്മേളിച്ചപ്പോൾ അതിന്റെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ മുതിർന്ന അംഗമായിരുന്ന സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഇനി ആ സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ച വ്യക്തിയായിരുന്നു JB കൃപലാനി. ബേസിക് ഫാക്ട് ആണ്.
തെറ്റിക്കേ ചെയ്യരുത്. കൃത്യമായിട്ട് 46 ഡിസംബർ 6 രൂപീകരിച്ചു. 46 ഡിസംബർ 9 ആദ്യ സമ്മേളനത്തിൽ അഭിസംബോധനം ചെയ്തു തുടങ്ങിയത് JB കൃപലാനി. ആദ്യ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ മുതിർന്ന അംഗമായിരുന്നു, താൽക്കാലിക അധ്യക്ഷനായിരുന്നു. പിന്നീട് ഡിസംബർ മാസം 11-ാം തീയതി എന്ത് ചെയ്യുകയാണ്? സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു. ബേസിക് കാര്യമാണ്, തെറ്റിക്കുകയെ ചെയ്യരുത്, ക്ലിയർ ആയിട്ട് പഠിക്കുക, മുന്നോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേടാ. അതായത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 17 മലയാളികൾ ഉണ്ടായിരുന്നു. അറിയാം, ക്ലിയർ ആണ്, വ്യക്തമാണ്. ശ്രദ്ധിക്കുക. ഇനി ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. ആലോചിച്ച് നോക്കുക, ഇന്ന് കാണുന്ന 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യയല്ല, മറിച്ച് അനവധി നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് പ്രവിശ്യകളുമായിരുന്നു ആ സമയം. ശ്രദ്ധിക്കുക, അന്ന് ഒരുപാട് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് പ്രവിശ്യകളുമായിരുന്നു. സ്വാഭാവികമായും അവിടുന്ന് എല്ലാം പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾക്കും ബ്രിട്ടീഷ് പ്രവിശ്യകൾക്കും പ്രത്യേകമായി സീറ്റുകൾ അനുവദിച്ചിരുന്നു. പ്രസ്താവന ശരിയാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അതായത് ജനസംഖ്യ ആനുപാതികമായി എങ്ങനെയാ? പോപ്പുലേഷന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും സീറ്റുകൾ അനുവദിക്കുകയുണ്ടായി. ക്ലിയർ ആണ്. രണ്ടാമത്തെ പോയിന്റ്, റീസെന്റ് നടന്ന ഒരു എക്സാമിന് ഇതേപോലെ ചോദിച്ചു. പക്ഷേ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് ചോദിച്ചത്. സോ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ശ്രദ്ധിച്ചേ. അങ്ങനെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് റെപ്രസെന്റേറ്റീവ്സിനെ അയച്ചത്. അപ്പൊ അതിനൊരു കണക്കുണ്ടല്ലോ, 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിൽ 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി. ഇത് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് 10 ലക്ഷം എന്നുള്ളത് എത്രയാണ്? അതിൽ കുറച്ചാണ് തന്നത്. സോ 10 ലക്ഷം, 10, 100, 1000, 10 ലക്ഷം എന്ന് പഠിക്കുക. ഓക്കെ, ഏകദേശ അനുപാതം 10 ലക്ഷം പേർക്ക് ഒരാൾ എന്നതാണ്. ഇനി ബേസിക് ആണ്, ക്ലിയർ ആണ്. 389 ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ 389. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന രീതിയിലാണ്. സംശയമേ വേണ്ട. ശ്രദ്ധിക്കുക, നാട്ടുരാജ്യങ്ങളുണ്ട്, ബ്രിട്ടീഷ് പ്രവിശ്യകളുണ്ട് എന്നത് അറിഞ്ഞു വെക്കുക. ക്ലിയർ ആണ്. ശ്രദ്ധിച്ചേ. ഇനി ഇതിൽ 296 അംഗങ്ങൾ. അപ്പൊ ആകെ 389 പേരെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് തന്നെ പഠിക്കുക. 296 പേർ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 93 പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. എടാ ശ്രദ്ധിക്ക്, കോൺസെൻട്രേറ്റ് ചെയ്തേ. ഇതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റ് അഥവാ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ആയിരുന്നു. ഇവിടെ തന്നെ ഓർത്തു വെക്കുക, ഈ 296 പ്ലസ് 93 ആണ് 389. സംശയമില്ലല്ലോ. 93 നാട്ടുരാജ്യം, 296 ബ്രിട്ടീഷ് പ്രവിശ്യകൾ. ഇതിൽ തന്നെ 296നെ 292 പ്ലസ് 4 എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. കാരണം 292 അംഗങ്ങൾ 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. 11 ബ്രിട്ടീഷ് പ്രവിൻസിലെ 11 ഗവർണർമാരുടെ പ്രവിശ്യയിൽ നിന്നും 292 പേരും 4 അംഗങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു. ക്ലിയർ ആയിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചേ. എടാ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ആകെ 389 പേരാണ്. അതിൽ 296 പേര് ബ്രിട്ടീഷ് പ്രവിശ്യ, 93 പേര് നാട്ടുരാജ്യങ്ങൾ. 296നെ തന്നെ 292 പ്ലസ് 4 എന്ന് തിരിച്ചാൽ 292 പേർ 11 ബ്രിട്ടീഷ് ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്നും 4 പേർ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്നുമാണ്. തെറ്റിക്കരുത്, കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. സിമ്പിൾ ഫാക്റ്റ് ആണ് നമ്മൾ പഠിച്ചത്.
ക്ലിയർ ആയിട്ട് പഠിക്കുക, മുന്നോട്ട് വരാം. ഇനി ആ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ABCD എന്ന് പഠിക്കുക. അജ്മീർ, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി എന്നിങ്ങനെയാ. നോക്കിയേ, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. നമ്മൾ എങ്ങനെ പഠിക്കുക? ABCD. അതായത് 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതൊക്കെയാ? അജ്മീർ, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി എന്നിങ്ങനെ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാ അനുപാതം അനുസരിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. പ്രീവിയസ് ചോദ്യമാണ്, സംശയം ഉണ്ടാവരുത്. അതായത് ആകെ 389 പേരെ നമ്മൾ അയക്കുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യ, നാട്ടുരാജ്യങ്ങൾ, അതിൽ തന്നെ 296, 93, 292 ബ്രിട്ടീഷ് പ്രവിശ്യ ഗവർണേഴ്സ് പ്രവിശ്യകള്, 4 സ്ഥലങ്ങൾ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ. അവിടെ തന്നെ അറിഞ്ഞു വെക്കേണ്ട ഒരു ഫാക്റ്റ് ആണ്, ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യ അനുപാതം അനുസരിച്ച് മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. ആരൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റിൽ ഇതേ വരികൾ കൃത്യമായിട്ടൊന്ന് നോക്കിയേ. മുസ്ലിങ്ങൾ, സിഖുകാർ, മറ്റു പൊതുവിഭാഗങ്ങൾ. മുസ്ലിങ്ങൾ, സിഖുകാർ, മറ്റു പൊതുവിഭാഗങ്ങൾ എന്നിങ്ങനെ സീറ്റുകൾ വീതിച്ചു നൽകുകയാണ് ചെയ്തത്. ആ പോയിന്റ് പ്രീവിയസ് ആണ്. മുസ്ലിങ്ങൾ, സിഖുകാർ, മറ്റു പൊതുവിഭാഗങ്ങൾ എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി എന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് ആണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. സോ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് രീതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ആനുപാതിക പ്രാതിനിധ്യം, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് പഠിക്കുക. എന്താ പറയുന്നത്? അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് നിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ക്ലിയർ ആണ്? ഓക്കെ, അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, ഏക കൈമാറ്റ സമ്പ്രദായം അനുസരിച്ച് ഓരോ സമുദായങ്ങളും അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു. മാത്രവുമല്ല, നാട്ടുരാജ്യങ്ങളിലെ കാര്യമാണെങ്കിലോ, നാട്ടുരാജ്യങ്ങളിലെ കാര്യം കൃത്യമായിട്ടൊരു വ്യത്യാസമുണ്ട്. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടി കൂടിയാലോചനയിലൂടെ നിശ്ചയിക്കുവാൻ തീരുമാനിച്ചു. അതിങ്ങനെ പഠിക്കണം. അതായത് നാട്ടുരാജ്യങ്ങളിൽ നടന്നത് തിരഞ്ഞെടുപ്പല്ല, മറിച്ച് കൂടിയാലോചനയിലൂടെ എന്നോ, ഇനി +1 +2 ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നാമനിർദ്ദേശത്തിലൂടെ എന്നോ, 2 രീതിയിലും പരാമർശിക്കുന്നുണ്ട്. കൂടിയാലോചനയെന്നോ നോമിനേറ്റ് ചെയ്തു എന്നോ വരാം. എവിടുത്തെ കാര്യമാ? നാട്ടുരാജ്യം. നാട്ടുരാജ്യങ്ങളിൽ നാമനിർദ്ദേശം എന്ന് പഠിക്കുക. നോമിനേഷൻ അല്ലെങ്കിൽ കൂടിയാലോചന പ്രിൻസിലി സ്റ്റേറ്റുകളിലായിരുന്നു. ഓക്കെ, അതപ്പോ സെപ്പറേറ്റ് പഠിക്കുക. പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ്, നാട്ടുരാജ്യങ്ങളിൽ കൂടിയാലോചന അല്ലെങ്കിൽ നാമനിർദ്ദേശമായിരുന്നു. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ആകെ, സ്ത്രീകൾ ഉൾപ്പെടെ ആകെ മൊത്തം 17 പേരാണ്. അതിൽ സ്ത്രീകളുടെ എണ്ണം, വനിതകളുടെ എണ്ണം 3 പേരാണ്. ആകെ 17 മലയാളികൾ, 3 വനിതകളും ഉണ്ടായിരുന്നു. ഇനി അത് കൃത്യമായിട്ട് ഓരോ ഏരിയ തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, തിരുവിതാംകൂറിൽ നിന്നും, കൊച്ചിയിൽ നിന്നും, മലബാറിൽ നിന്നും, പോരാത്തതിന് കേരളത്തിന് പുറത്ത് നിന്ന് ഇന്നത്തെ ഉത്തർപ്രദേശായ പഴയ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഒരു മലയാളി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആകെ 17 പേര്. സോ ഓരോന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് തിരിച്ചു വെച്ച് പഠിക്കുക. സോ എക്സാമിന് റീസെന്റ് വീണ്ടും ഇവിടുന്ന് ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതൊരു സൂചനയായിട്ട് കാണുക. ഈ ഭാഗം റിവൈസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് പുതുക്കി വെച്ചാൽ അവിടുന്ന് ഒരു ചോദ്യ സാധ്യത അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആദ്യം സിമ്പിൾ ആയിട്ട് പഠിക്കാം. കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ പനമ്പള്ളി നഗർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കൊച്ചിയിൽ നിന്നും ഒരേ ഒരാളാണ്
പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. സിമ്പിൾ അല്ലേ പഠിക്കാൻ? കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത്, എറണാകുളം ജില്ലയിലെ കൊച്ചി, അന്നത്തെ കൊച്ചി രാജ്യമാണ്. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ ഒരാളെ പഠിച്ചു. ആകെ 17 ഒരാളെ പഠിച്ചു. ഇനി തിരുവിതാംകൂറിലേക്ക് പോയാൽ 5 പേരെ തിരുവിതാംകൂറിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടി വരും. സിമ്പിൾ ആണ് പഠിക്കാൻ. അവിടെ തന്നെ പട്ടം താണുപിള്ള, ആർ ശങ്കർ, പി ടി ചാക്കോ, കെ എ മുഹമ്മദ്, പി എസ് നടരാജ പിള്ള. പട്ടം താണുപിള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പി ടി ചാക്കോ പ്രതിപക്ഷ നേതാവാണ്. സോ എളുപ്പമാണ് പഠിക്കാൻ. തിരുവിതാംകൂറിൽ നിന്നും പട്ടം താണുപിള്ള, പി എസ് നടരാജ പിള്ള. 2 പേര്, പട്ടം താണുപിള്ള, പി എസ് നടരാജ പിള്ള. ഇനി ആർ ശങ്കർ, പി ടി ചാക്കോ. പട്ടം താണുപിള്ള, പി എസ് നടരാജ പിള്ള, ആർ ശങ്കർ, പി ടി ചാക്കോ, കെ എ മുഹമ്മദ്. 5 പേരെ പഠിക്ക്. 5 പേര് തിരുവിതാംകൂറിൽ നിന്നുമാണ്. കൃത്യമായി പഠിക്കുക. കൊച്ചിയിൽ നിന്ന് ഒരാളെ പഠിച്ചു, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. തിരുവിതാംകൂറിൽ നിന്നും 5 പേരെ പഠിക്കുക. ആരൊക്കെയാ? പട്ടം താണുപിള്ള, പി എസ് നടരാജ പിള്ള, പി ടി ചാക്കോ, ആർ ശങ്കർ, കെ എ മുഹമ്മദ്. ക്ലിയർ ആണ്? വ്യക്തമാണ്? തെറ്റിക്കേ ചെയ്യരുത്. നമ്മൾ ചോദ്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? ചോദ്യത്തിൽ നമുക്ക് ഒരാളെ പരിചയപ്പെടാൻ ഇപ്പോൾ കഴിഞ്ഞു. ആരായിരുന്നു അത്? നമുക്കറിയാം. ശ്രദ്ധിക്ക്, ചോദ്യം എന്താണ്? ഇതിൽ താഴെ തന്നിരിക്കുന്നവർ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ളത്? കെ എ മുഹമ്മദിനെ നമ്മൾ പഠിച്ചില്ലേ? തിരുവിതാംകൂർ അല്ലേ? സംശയമുണ്ടോ? ഓക്കെ. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ കൊച്ചിയല്ലേ? ഓക്കെ. ബാക്കി 2 പേരെ നമ്മൾ ഇപ്പൊ പഠിക്കും. ശ്രദ്ധിക്ക്, മുന്നോട്ട് പോകാം. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. ക്ലിയർ ആണ്? വ്യക്തമാണ്? ശ്രദ്ധിക്ക്, ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവരും നോക്കിയേടാ. മുന്നോട്ട് പോകുന്നു. ഇനി മലബാറിൽ നിന്നും എത്ര പേരാ? മലബാറിൽ നിന്ന് കൂടുതൽ ആളുകളുണ്ട്. 7 പേരെ മലബാറിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ശ്രദ്ധിക്കുക, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. 7 പേര്. അതിൽ വനിതകളെ നമ്മൾ സെപ്പറേറ്റ് ആ പറയുന്നത്. വനിതകളെ സെപ്പറേറ്റ് ആയിരിക്കും പറയുക. സോ നമുക്ക് നോക്കാം. അപ്പൊ തിരുവിതാംകൂറിൽ നിന്ന് 6ഓളം പേരുണ്ട്. കാരണം തിരുവിതാംകൂറിൽ നിന്ന് വനിതകളെ പറയാനുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ. തിരുവിതാംകൂറിൽ നിന്ന് ഇപ്പൊ 5 പേരെ പഠിച്ചു, പ്ലസ് 2 വനിതകളെ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. എനിവേ നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പൊ ഈ എണ്ണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം വനിതകളെ സെപ്പറേറ്റ് ആ പറയുന്നത്. എണ്ണം ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ. ശ്രദ്ധിക്കുക. ഇനി മലബാറിൽ നിന്നും കെ മാധവ മേനോൻ, പി കുഞ്ഞിരാമൻ, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, ബി പോക്കർ, എ കെ മേനോൻ, അബ്ദുൽ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അപ്പോ ഇവിടെ കുറച്ചധികം പേരുകളുണ്ട്. സോ കൃത്യമായിട്ട് മലബാറിൽ നിന്നുള്ള ആളുകളെ പഠിക്കുക. നമുക്കൊരു കണക്ഷനിൽ പഠിക്കാം. കെ മാധവ മേനോൻ, എ കെ മേനോൻ. കെ മാധവ മേനോനും ഉണ്ട്, എ കെ മേനോനും ഉണ്ട്. കെ മാധവ മേനോൻ, എ കെ മേനോൻ. പി കുഞ്ഞിരാമൻ. അപ്പൊ 3 പേരെ പഠിക്ക്. കെ മാധവ മേനോൻ, എ കെ മേനോൻ, പി കുഞ്ഞിരാമൻ. ഇനി ശ്രദ്ധിച്ചേ, മുന്നോട്ട് പോകുമ്പോ അബ്ദുൽ സത്താർ, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം. അപ്പോ ഇബ്രാഹിം, ഇസ്മായിൽ ഒന്നിച്ച് പഠിക്കുക. ശ്രദ്ധിച്ചേ, ആദ്യം നമ്മൾ പറഞ്ഞത് കെ മാധവ മേനോൻ, എ കെ മേനോൻ, പി കുഞ്ഞിരാമൻ. 3 പേരെ മാറ്റി വെക്കുക. ഇനി ഇബ്രാഹിം, ഇസ്മായിൽ. കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഇബ്രാഹിം, ഇസ്മായിൽ. കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മായിൽ. ഇനി നോക്കിയേ, സത്താർ പോക്കർ. അപ്പൊ എത്ര പേരായി? 6 പേരെ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ. സത്താർ, പോക്കർ എന്നിവരെ കൂടി ഓർത്തു വെക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോ യു പി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഡോക്ടർ ജോൺ മത്തായി ആണ്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഡോക്ടർ ജോൺ മത്തായി എന്ന പേര് കൂടി ഓർത്തു വെക്കുക. അപ്പോ കൊച്ചിയിൽ നിന്നും പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, തിരുവിതാംകൂറിൽ നിന്നും പട്ടം താണുപിള്ള, പി എസ് നടരാജപിള്ള, പി ടി ചാക്കോ, എ കെ മുഹമ്മദ് എന്നിവരെ ഓർക്കുക. അതുപോലെ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, യു പി എന്നിവിടങ്ങളാണ്. ഇനി വനിതകളെ സെപ്പറേറ്റ് തന്നെ നമ്മൾ പഠിക്കുകയാണ്. വനിതകൾ ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ. തിരുവിതാംകൂറിൽ നിന്നും ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ. മദ്രാസ് അഥവാ മലബാർ ദാക്ഷായണി വേലായുധൻ. ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ആകെ 3 വനിതകളാണ് ഉണ്ടായിരുന്നത്. മലയാളി വനിതകൾ 3 പേര്. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ.
വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. അമ്മു സ്വാമിനാഥനും ആനി മസ്ക്രിനും തിരുവിതാംകൂർ, ദാക്ഷായണി വേലായുധൻ മലബാർ എന്ന് പഠിക്കുക. ക്ലിയർ ആണ്. ആകെ 17, 3 വനിതകളാണുള്ളത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, അതുപോലെ UP എന്നിവിടങ്ങൾ കൂടി ചേർത്താണ് ഇത് പറയുന്നത്. ശ്രദ്ധിച്ചു പഠിക്കുക. എക്സാമിന് ഇനിയും ഇവിടുന്ന് ചോദ്യം വരുമെന്നുള്ളതാണ് ഒരു സാധ്യത. ഇനി റീസെന്റ് നടന്ന ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട്, പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. കുറെ കൂടി നല്ലൊരു ചോദ്യമായിട്ട് തന്നെ പരിഗണിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ശ്രദ്ധിച്ചേ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ജസ്റ്റിസ്, സോഷ്യോ ഇക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. അത് ഇന്ത്യ സ്വാഭാവികമായും മറ്റൊരു രാജ്യത്തിൽ നിന്നെടുത്ത ഒരു ഐഡിയ ആണ്. അത് എവിടെ നിന്നാണെന്നായിരുന്നു ചോദ്യം. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ ഭരണഘടന, ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന. നമുക്ക് നോക്കാം, വിശദീകരണത്തിലേക്ക് വരാം, ദെൻ ഉത്തരത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ നേരെ വിശദീകരണം നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. സ്ഥിരമായി ചോദ്യ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് പാഠപുസ്തകത്തിൽ ആമുഖം റീസെന്റ് സ്കൂൾ പാഠപുസ്തകത്തിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായ ചോദ്യം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. സോ അവിടെ നിന്ന് തന്നെ വന്ന ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം എല്ലാവർക്കും അറിയാം, ബേസിക് ഫാക്റ്റ് ആണ്. ആമുഖം, പ്രിയാമ്പിൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ആമുഖം അമേരിക്ക, ആമുഖം അമേരിക്ക, പ്രിയാമ്പിൾ USA-യിൽ നിന്നെടുത്ത ആശയമാണ്. സംശയം വേണ്ട. ലോകത്ത് തന്നെ ആമുഖത്തോടുകൂടി ആരംഭിക്കുന്ന ആദ്യത്തെ ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. എഴുതി തയ്യാറാക്കപ്പെട്ട ആദ്യ ഭരണഘടന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ശ്രദ്ധിച്ചേ. എന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരു ആമുഖം വേണം എന്ന ആവശ്യം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു. BN റാവു, ആ പേര് ശ്രദ്ധിക്ക്, പരിചയമുള്ള പേരാണ്. എക്സാമിന് ഇപ്പൊ റീസെന്റ് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നും മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക എന്നിങ്ങനെ ചോദ്യങ്ങളാണ് ഇപ്പോ കൂടുതലായിട്ട് വരുന്നത്. അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാച്ച് ദ ഫോളോയിങ് കാണാൻ സാധിക്കും. സോ റീസെന്റ് ചോദിച്ചല്ലേ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനാ നിയമ ഉപദേശകൻ അഥവാ ലീഗൽ അഡ്വൈസർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാടാ? അതേ പേര് തന്നെ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനാ നിയമ ഉപദേശകനായിരുന്നു BN റാവു. BN റാവു ആണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരു ആമുഖം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. സംശയം വേണ്ട, BN റാവു. എന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ആർക്കിടെക്ട് ഓഫ് ദ പ്രിയാമ്പിൾ എന്നറിയപ്പെടുന്നത് അത് ജവഹർലാൽ നെഹ്റു ആണടാ. ഞങ്ങൾക്ക് അറിയാം, ബേസിക് അല്ലേ, 1 മാർക്കല്ലേ, സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മാർക്കാണ്. ശ്രദ്ധിക്കുക. സോ ആമുഖം അമേരിക്ക എന്ന ആശയം കടമെടുത്തു. അതുപോലെ BN റാവു ആണ് ഈ ആവശ്യം ആദ്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, പോളിസി റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടെ കിടക്കുന്ന ഡേറ്റ് ആണ് 46, 1946 ഡിസംബർ മാസം 13-ാം തീയതി. എഴുതി പഠിക്കണം. 1946 ഡിസംബർ 13, 46 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, പോളിസി റെസൊല്യൂഷൻ, ലക്ഷ്യപ്രഖ്യാപനം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പിന്നീട് പ്രിയാമ്പിളായി മാറുന്നത്. ശ്രദ്ധിക്ക്. ഇനി ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി എക്സാമിന് ചോദിക്കുന്ന ഡേറ്റ് ആണ്. അത് തൊട്ടടുത്ത വർഷം ആദ്യ മാസം
ജനുവരി 22. അതായത് 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 47 ജനുവരി 22 47 ജനുവരി 22-ാം തീയതി എന്ത് ചെയ്യുകയാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചു എന്നോർക്കുക. അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരു ആമുഖം നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് കാണാതെ ഒന്നും പഠിക്കണ്ട. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണോ നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26-ാം തീയതി 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ആമുഖവും നിലവിൽ വന്നത്. സംശയം വേണ്ട, ക്ലിയർ ആണ്. മുന്നോട്ട് പോകുന്നു. BN റാവുവിനെ ഓർക്കുക, അമേരിക്ക, നെഹ്റു ആണ് ശില്പി എന്നോർക്കുക. ഡേറ്റുകൾ 46 ഡിസംബർ 13, 47 ജനുവരി 22, 50 ജനുവരി 26. മുന്നോട്ട് പോകുന്നു. ശ്രദ്ധിക്ക്, ക്ലിയർ ആയിട്ട് പോവാം. അടുത്ത ഭാഗം പറയുന്നു. ഇനി ആമുഖം എന്ന ഭാഗത്തേക്ക് വന്നാൽ ആമുഖത്തിന്റെ വിശേഷണങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്, അലങ്കാരമാണ്, രത്നമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, അലങ്കാരം, ആഭരണം, സാരാംശം, സംഗ്രഹം. ഒന്നുകൂടി ശ്രദ്ധിക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, അലങ്കാരം, ആഭരണം, സാരാംശം, സംഗ്രഹം എന്നിങ്ങനെയാണ്. മാത്രവുമല്ല ഒറ്റ വാക്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കീ ടു ദ മൈൻഡ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്, അഥവാ 389 പേരടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് വായിക്കുന്നതിനുള്ള താക്കോലാണ്, മനസ്സറിയുന്നതിനുള്ള കീ ആണ് എന്ന് എക്സാമിന് ചോദിക്കും. ആമുഖം. ഒന്നുകൂടി പറഞ്ഞേ, എന്തൊക്കെയാ സവിശേഷതകള്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, അലങ്കാരം, ആഭരണം, സാരാംശം, സംഗ്രഹം, മനസ്സ് വായിക്കുന്നതിനുള്ള താക്കോലാണ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളാണ്. കൃത്യമായി ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോവുക. ഇനി എന്താ പറയുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു, രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ, രാജ്യം നേടിയെടുക്കേണ്ട ഗോൾസിനെ, രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ പറ്റി ആമുഖത്തിൽ പ്രതിപാദിക്കുന്നു. ശ്രദ്ധിച്ചേ. മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്തായ ആമുഖം. ഒരേ ഒരു തവണ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം, എല്ലാവർക്കും കിട്ടുന്ന മാർക്ക്, ബേസിക് ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ്. ഒരേ ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. മാത്രവുമല്ല അത് 42-ാം ഭേദഗതി 1976. ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുന്ന ഭേദഗതിയാണല്ലേ 42-ാം ഭേദഗതി 1976. മാത്രവുമല്ല ഇന്ദിരാഗാന്ധി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് കാലഘട്ടം. റീസെന്റ് 3-ാം തവണ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1975 ജൂൺ മാസം 25-ാം തീയതി 1975 ജൂൺ മാസം 25-നായിരുന്നു അവസാനമായി 3-ാമത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. അതിന്റെ 50-ാം വാർഷികം നമ്മൾ 2025 ആചരിച്ചു. മാത്രമല്ല ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനം, കോൺസ്റ്റിറ്റ്യൂഷണൽ ബിട്രയൽ ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുക. അതോടുകൂടി തന്നെ ഒരു അടിയന്തരാവസ്ഥ കാലത്താണ് ഈ പ്രധാനപ്പെട്ട ഭേദഗതി സംഭവിക്കുന്നത്. പ്രധാനമായും സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കുകയും ചെയ്തു. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ചോദ്യം, സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ, മതേതരത്വം, അതുപോലെ സ്ഥിതി സമത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. 3 വാക്കുകൾ ഏതൊക്കെയാ? മതേതരത്വം, സ്ഥിതി സമത്വം, അഖണ്ഡത. സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇനി 76-ലെ ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് എക്സാമിന് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു. 42nd അമെന്റ്മെന്റ് ഓഫ് 1976. തൊട്ടടുത്ത വർഷം
1977 ജാനുവരി 3 1977 നിലവിൽ വന്നു. നമുക്കറിയാം. ഇനി ശ്രദ്ധിച്ചേ, ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിലുണ്ടാവേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. അത് ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം, we the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. എങ്ങനെയാ? പസോമ ജെറിയാണല്ലേ, പസോമ ജെറിയാണ്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. അതേ ഓർഡറിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പസോമ ജെറി, പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. മാത്രവുമല്ല ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ഇതല്ലേടാ എക്സാമിന് ചോദിച്ചത്. എന്താണ്? നീതി, ജസ്റ്റിസ്, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി രാജ്യത്ത് ഉറപ്പു നൽകണം. സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന ആശയം റഷ്യൻ വിപ്ലവം, റഷ്യൻ റവല്യൂഷനിൽ നിന്ന് കടമെടുത്തതാണ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി റഷ്യൻ വിപ്ലവത്തിൽ നിന്നെടുത്ത ആശയമാണ്. ഇതല്ലേ എക്സാമിന് ചോദിച്ചത്. കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി ലിബർട്ടിയിലേക്ക് വരാം. സ്വാതന്ത്ര്യം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. എടാ ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ ലിബർട്ടിയിലേക്ക് വരുമ്പോൾ അത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നെടുത്ത ആശയമാണ് ലിബർട്ടി. ഇക്വാലിറ്റി ആണെങ്കിലോ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പദവിയിലും അവസരത്തിലും. സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പദവിയിലും അവസരത്തിലും സമത്വം. സോ ലിബർട്ടി, ഇക്വാലിറ്റി. ഇനി ഫ്രട്ടേണിറ്റിയിലേക്ക് വന്നാലോ സാഹോദര്യം, ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉറപ്പാക്കുകയും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പിക്കുകയും ചെയ്യുക. സോ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. നമുക്കറിയാം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്നും, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും പ്രേരണ കൊണ്ടതാണ്. ക്ലിയർ ആണ്, വ്യക്തമാണ്. ശ്രദ്ധിച്ചേ. ഇനി ഭരണഘടനയുടെ ആമുഖം അവസാനിക്കുമ്പോൾ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. അപ്പോ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു വർഷം, മാസം, തീയതി 1949 നവംബർ മാസം 26-ാം തീയതി. നമുക്കറിയാം ഭരണഘടനയെ അംഗീകരിച്ച തീയതിയാണ് 49 നവംബർ മാസം 26-ാം തീയതി. ഇതോടുകൂടി ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആമുഖം അവസാനിക്കുന്നു. സോ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ആമുഖം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് ആമുഖം ആരംഭിച്ചത്. ഓർമ്മയുണ്ട്? അങ്ങനെ തന്നെ ചോദിച്ചു. ഇനി എടാ സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സ് ഓഫ് അതോറിറ്റി അഥവാ അധികാര സ്രോതസ് ആരാണ്? അധികാര സ്രോതസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് ഓർക്കുക. ആമുഖത്തിൽ ഉൾപ്പെട്ട ഡേറ്റ് നമുക്കറിയാം, 49 നവംബർ 26. സ്ഥിരം ചോദ്യങ്ങളാണ്. ഇനി ഇപ്പൊ നമ്മൾ വേർതിരിച്ചു പഠിച്ച കാര്യമാണ് നേച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ചോദിച്ചാൽ പഠിക്കുക പസോമ ജെറി. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നത് ഇന്ത്യയുടെ സ്വഭാവം, ഇന്ത്യയുടെ നേച്ചർ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന ഇന്ത്യയുടെ സ്വഭാവം നേച്ചർ ആണ് എന്ത്? പസോമ ജെറി. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ കൃത്യമായി ഓർക്കുക. സ്വഭാവം വേറെ, ലക്ഷ്യങ്ങൾ വേറെ ഒക്കെയാണ്. ശ്രദ്ധിക്ക്, മുന്നോട്ട് പോകുന്നു. അവിടെ നമ്മൾ പഠിച്ചു റിപ്പബ്ലിക് എന്ന ആശയം എടുത്തതും ഫ്രാൻസിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത് എന്ന് നമുക്കറിയാം. നീതി എന്നതിലേക്ക് വരുമ്പോൾ ആമുഖപ്രകാരം സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്നിങ്ങനെ 3 തരം നീതികളാണുള്ളത്. ഈ 3 നീതികളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. ഇതാണ് എക്സാമിന് ചോദിച്ചത്. ഇനി മൗലിക അവകാശങ്ങളിലൂടെയും മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയും
ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പരാമർശിക്കുന്ന മൗലിക അവകാശങ്ങൾ, ഭാഗം 4 പരാമർശിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയുമാണ് ഇന്ത്യയിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കുന്നത്. അപ്പൊ ആ പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി റഷ്യയിൽ നിന്നെടുത്ത ആശയമാണ്. അത് ഇന്ത്യയിൽ ഉറപ്പുവരുത്തുന്നത് എന്തിലൂടെയാ? മൗലിക അവകാശങ്ങളിലൂടെയും മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയുമാണ് എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാൽ മൗലിക അവകാശങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ചിന്ത, ആവിഷ്കാരം, വിശ്വാസം എന്നിവയുടെ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിൽ പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 19 പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 25 മുതൽ 28 വരെ പരാമർശിക്കുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം എന്നിവ ഉൾപ്പെടുന്നു. സോ ആമുഖത്തിൽ പരാമർശിക്കുന്ന സ്വാതന്ത്ര്യം എന്ന ആശയത്തിലേക്ക് കൂട്ടി വായിക്കുക. 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, 25 മുതൽ 28 വരെയുള്ള മതസ്വാതന്ത്ര്യം എന്നിവയെ ഓർത്തു വെക്കേണ്ടതാണ്. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചേ, സമത്വം എന്ന ആശയമാണെങ്കിൽ ഇന്ത്യ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, എല്ലാ പൗരന്മാരും നിയമത്താൽ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു. സമത്വം എന്ന ആശയമാണ്. സമത്വം എന്ന വാക്കിന്റെ അർത്ഥം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പദവികളുടെ അഭാവം, വിവേചനം കൂടാതെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ നൽകുന്നു എന്നതാണ്. ഇനി സാഹോദര്യത്തിലേക്ക് വന്നാൽ എല്ലാ പൗരന്മാർക്കും ഇടയിൽ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുക. മൗലിക അവകാശങ്ങൾ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉറപ്പു നൽകുന്നു. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഫ്രട്ടേണിറ്റി, സാഹോദര്യം എന്ന വാക്ക് മുന്നോട്ട് വെച്ചത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. റീസെന്റ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഓപ്പറേഷൻസ് നടന്നിരുന്നു. അതിനെപ്പറ്റി ചോദ്യങ്ങൾ സ്ഥിരമായി ഇപ്പോൾ നടക്കുന്ന എക്സാമുകളിൽ ചോദിക്കുന്നു. സോ ഒന്നുകൂടി പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക. അറിയാത്തവർ കൃത്യമായി അടിവരയിട്ട് പഠിക്കുക. ഒരു ചോദ്യം ഉറപ്പായും വരും. ഓപ്പറേഷൻസ് എന്ന ഭാഗമാണ്. സോ ഇറാൻ ഇസ്രായേൽ യുദ്ധം, നമ്മുടെ ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൽ ഈ അടുത്ത് നടന്ന ഇറാൻ എന്ന രാജ്യവും ഇസ്രായേൽ എന്ന രാജ്യവും തമ്മിലുണ്ടായ ചെറിയ ഒരു സംഘർഷം, അതേ തുടർന്ന് ഇറാനിലുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിനായി, രക്ഷിക്കുന്നതിനായി ഇന്ത്യ നടത്തിയ ദൗത്യം ഏതെന്നാണ് ചോദ്യം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു, സിന്ദൂർ അല്ല, സിന്ധു എന്നേ ഉള്ളൂ. ഓക്കെ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കുന്നതിനുള്ള ഓപ്പറേഷൻ സിന്ധു എന്ന് പഠിക്കുക. എക്സാമിന് ചോദിച്ചു. ഇനി അതിനു മുമ്പ് ഒരു എക്സാമിന് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമർ ആ ഒരു പ്രാസം വെച്ച് പഠിക്കുക. ബ്രഹ്മ മ്യാൻമർ ആണ്. ഈ വർഷം 2025 ഏപ്രിൽ മാസം 1-ാം തീയതി 2025 ഏപ്രിൽ 1-ന് ഇന്ത്യ ഗവൺമെന്റ് ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചു. 2025 ഏപ്രിൽ 1-ന് ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചു. മ്യാൻമറിലെ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിന് സഹായം നൽകുന്നതിനായി ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചു. അപ്പൊ എന്ത് പഠിക്കുക? ഓപ്പറേഷൻ ബ്രഹ്മ, മ്യാൻമറിലെ ഭൂകമ്പത്തിൽ ഇന്ത്യയുടെ സഹായ ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ഏപ്രിൽ മാസം 1-ാം തീയതി നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഓപ്പറേഷൻ അജയ് കുറെ അധികം എക്സാമിന് വീണ്ടും കഴിഞ്ഞൊരു വർഷം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റുകൾ, നമ്മൾ ഗസയിലെ പ്രശ്നങ്ങളൊക്കെ റീസെന്റ് കൂടി എല്ലാ ദിവസവും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു വിഷയമാണ്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങളിൽ ഇസ്രായേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്പറേഷൻ അജയ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തെ തുടർന്ന് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങളിൽ ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യം ഓപ്പറേഷൻ അജയ്. അപ്പൊ ഓപ്പറേഷൻ
സിന്ധു, ഇസ്രയേൽ ഇറാൻ സംഘർഷമാണ്. ഓപ്പറേഷൻ ബ്രഹ്മ, മ്യാൻമറിലെ ഭൂകമ്പം ഓർക്കുക. ഇനി ഓപ്പറേഷൻ കാവേരി ഒരു 23-ലെ ദൗത്യമാണെങ്കിലും 25-ലും ഇത് പല PSC എക്സാമുകൾക്കായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സ്റ്റേറ്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. സുഡാനിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യം ഓപ്പറേഷൻ കാവേരി സുഡാൻ ചേർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കും. ഇനി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തി ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്നു ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്ത്തിയിൽ നിന്നുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. 5-മതായിട്ട് ചോദ്യത്തിൽ ചോദിച്ച സിന്ധു ആണ്, ഇറാൻ ഇസ്രായേൽ സംഘർഷമാണ്. അപ്പൊ 5 ദൗത്യങ്ങൾ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. 5ഉം കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരണം, ഞാൻ അങ്ങോട്ടേക്ക് പറയാം. അതായത് മ്യാൻമറിലെ ഭൂകമ്പം, ഉത്തരം പറ. മ്യാൻമറിലെ ഭൂകമ്പം 2025 ഏപ്രിൽ 1 ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമർ. ഇനി ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം എന്താ? ഓപ്പറേഷൻ അജയ് ആണ്. ഇനി അതുപോലെ തന്നെ സുഡാനിലെ ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ സുഡാൻ ആണെങ്കിൽ കാവേരി എന്ന് പഠിക്കുക. ഹെയ്ത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ മോചിപ്പിച്ചത് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പഠിച്ചു. അവസാനമായി പഠിച്ചത് ഓപ്പറേഷൻ സിന്ധു, ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളിൽ ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയ ദൗത്യമാണ്. സോ എക്സാമിന് ഇനിയും ചോദിക്കും. ഒരു പക്ഷേ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, ഓർ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഇത് കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക അഥവാ മാച്ച് ദ ഫോളോയിങ് ആണ്. എല്ലാ പരീക്ഷയിലും ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിർബന്ധമാണ്. സോ അത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു മാച്ച് ദ ഫോളോയിങ് ലെവലിലേക്ക് വന്നപ്പോൾ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരങ്ങളുണ്ട്. മറുവശത്ത് ഇതൊക്കെ ഏതൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് കണക്ട് ചെയ്യണം. നമുക്ക് നോക്കാം. യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്രം നിയമം നിർമ്മിക്കുന്ന ഒരു വിഷയം ഇവിടെ ഉള്ളത് സെൻസസ് ആണല്ലേ. യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് അഥവാ കനേഷു കുമാരി എന്നിങ്ങനെ പറയുന്ന സെൻസസ് വരിക. സംസ്ഥാന ലിസ്റ്റിൽ ജയിലുകളാ വരിക. സോ 1 സി ആണ്, 2 ഡി ആണ്. ഓക്കെ, സംസ്ഥാന ലിസ്റ്റില് ജയിലുകളാണ് വരിക. കൺകറന്റ് ലിസ്റ്റ് വനം കൺകറന്റ് ലിസ്റ്റ് ആണ്, 3 എ എന്ന് പഠിക്കാം. സ്വാഭാവികമായും 4 ബി ആണ് അഥവാ അവശിഷ്ട അധികാരത്തിലാണ്. സൈബർ നിയമങ്ങൾ സ്ഥിരമായി പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. റെസ്യൂജറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങളിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നു. ഇത് റീസെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവർ ചോദിച്ചതാണ്. നമുക്ക് നോക്കാം. സോ 1 സി, 2 ഡി, 3 എ, 4 ബി. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരിക. സിമ്പിൾ കാര്യമായിരുന്നു, എളുപ്പമാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ അറിയാമെങ്കിൽ കുറെ കൂടി എളുപ്പത്തിൽ ഇത് ആൻസർ കയ്യിലിരിക്കുമെന്ന് ഉറപ്പാണ്. സോ സെൻസസ് യൂണിയൻ ലിസ്റ്റ്, വനം കൺകറന്റ് ലിസ്റ്റ്, ജയിലുകൾ സംസ്ഥാന ലിസ്റ്റ്, സൈബർ നിയമം അവശിഷ്ട അധികാരമാണ്. ഇനി ഇതിന്റെ വിശദീകരണത്തിലേക്ക് വന്നാൽ കൃത്യമായിട്ട് നമുക്ക് ഓടിച്ച് ഒന്ന് പറഞ്ഞു പോകാം. കാരണം എക്സാമിന് ഒരു ഉറപ്പ് ചോദ്യം, ഷുവർ ഷോട്ട് ചോദ്യമാണ്. ഒന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ അധികാര വിഭജനത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ നിയമനിർമ്മാണ വിഷയങ്ങളുടെ 3 തലത്തിലുള്ള വിതരണം ഏറ്റവും ബേസിക് കാര്യമാണ്.
ഏഴാം പട്ടിക 7th ഷെഡ്യൂൾ അല്ലെ, ഏഴാം പട്ടിക 7th ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പട്ടിക. 7th ഷെഡ്യൂൾ ഇങ്ങനെ പഠിച്ചാൽ മതി, 7 എല്ല് പോലെ ഓർക്കുക. 7th ഷെഡ്യൂളിലാണ് ലിസ്റ്റുകൾ ഏഴാം പട്ടികയിൽ പറയുന്നു. 3 തലത്തിലുള്ള വിതരണം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, നിയമനിർമ്മാണത്തില് നിയമം യൂണിയനാണ് കേന്ദ്ര സർക്കാരിന് നിയമം നിർമ്മിക്കാവുന്ന വിഷയങ്ങൾ. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന നിയമ നിർമ്മാണ സഭകളാണെങ്കിൽ സംസ്ഥാന ലിസ്റ്റ്. ഇനി രണ്ടുപേർക്കും ഒരുപോലെ നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ് എന്നിവ. സോ റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ചു, ഈ ആശയങ്ങൾ ഏതൊക്കെ രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? സിമ്പിൾ ആയിട്ട് പഠിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അതുപോലെ റെസ്യൂജറി പവേഴ്സ് എന്നിവ കാനഡയിൽ നിന്നുമാണ് എടുത്തത്. കാനഡയുടെ സംഭാവനയാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, റെസ്യൂജറി പവേഴ്സ്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് മാത്രം ഓസ്ട്രേലിയ. കങ്കാരു ഓസ്ട്രേലിയ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ എക്സാമിന് റീസെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു. എനിവേ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, ബാക്കി 3 ലിസ്റ്റുകളും കാനഡ എന്ന് പഠിക്കുക. മുന്നോട്ട് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടെ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. പുതിയ SCERT ചാപ്റ്ററിലെ ഇന്ത്യൻ ഭരണഘടന അധികാര വിന്യാസം എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്. സോ 248 248 എന്ന വകുപ്പിലാണ് അവശിഷ്ട അധികാരങ്ങൾ അഥവാ റെസ്യൂജറി പവേഴ്സ് 248 പരാമർശിക്കുന്നു അവശിഷ്ട അധികാരം. ശ്രദ്ധിച്ചേ, ഏഴാം പട്ടികയിൽ യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഭരണഘടന നിലവിൽ വരുമ്പോൾ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എടാ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്, 97 ഉണ്ടായിരുന്നു. ഇതേ കണക്ക് സ്റ്റേറ്റ് ഇത്ര, കൺകറന്റ് ഇത്ര എന്ന് പറഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ അറിഞ്ഞു വെക്കുക, യൂണിയൻ ലിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പ്രസ്താവന ശരി. ഇനി വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയ വിഷയങ്ങൾ എക്സാമ്പിൾ ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. എക്സാമിന് സ്ഥിരം ചോദ്യമാണ്. സോ പൗരത്വം, പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, ബാങ്കിങ് തുടങ്ങിയവ. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റ് ആണെന്ന് ഓർക്കുക. 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുകൂടി അറിഞ്ഞു വെക്കുക. സംസ്ഥാന ലിസ്റ്റിലേക്ക് പോയാൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. സാധാരണഗതിയിൽ സ്റ്റേറ്റ് ആയിരിക്കും നിയമം നിർമ്മിക്കുക. ഇവിടെ 66 വിഷയങ്ങൾ, സ്റ്റേറ്റ് 66 97 ആയിരുന്നു യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ സ്റ്റേറ്റ് 66. ഇനി കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ, പോലീസും ജയിലും കണക്ട് ചെയ്ത് പഠിക്കുക. പോലീസ്, ജയില്. കൃഷി എവിടെയാ ചെയ്യുന്നത്? ഗ്രാമത്തിലാണ്. തദ്ദേശ ഗവൺമെന്റ് ഓർക്കുക. കൃഷി, പോലീസ്, ജയില്, തദ്ദേശ ഗവൺമെന്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നോർമൽ കേസിൽ സാധാരണ രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിയമം നിർമ്മിക്കുക. ബേസിക് ആണ്, തെറ്റിക്കരുത്. മുന്നോട്ട് പോവാം, നോക്കുക. ഇനി സമവർത്തി ലിസ്റ്റ് അഥവാ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. സോ 97 യൂണിയൻ ലിസ്റ്റ്, 66 സ്റ്റേറ്റ് ലിസ്റ്റ്, 47 കൺകറന്റ്. 97, 66, 47. 97, 66, 47. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. ഇനി ശ്രദ്ധിച്ചേ, ഉദാഹരണം വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടനകൾ. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. എക്സാമിന് കൺകറന്റ് എഴുതി പഠിച്ചോ. കൺകറന്റിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. എന്താ പറഞ്ഞത്? വിവാഹം, വിവാഹമോചനം, വനം, വിദ്യാഭ്യാസം,
ട്രേഡ് യൂണിയനുകൾ, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. ഓക്കെ, 97 യൂണിയൻ ലിസ്റ്റ്, 66 സ്റ്റേറ്റ് ലിസ്റ്റ്, 47 കൺകറന്റ് ലിസ്റ്റ്. അവസാനമായി അവശേഷിക്കുന്ന അധികാരങ്ങൾ പറയുന്ന 248 248 റെസിഡ്യൂറി പവേഴ്സ് ആണ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഗവൺമെന്റിനാണ്. ഉദാഹരണം, സ്ഥിരം ഉദാഹരണം സൈബർ നിയമങ്ങളാണ്. ഇന്ത്യയിൽ 2008 IT ആക്ട് നമുക്കറിയാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ചില എക്സാമ്പിൾ നോക്കാം. കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. റെയിൽവേ ഏത് ലിസ്റ്റിലാ? കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. റെയിൽവേ ഏത് ലിസ്റ്റ് പഠിക്കുക? ഏതാണ്? യൂണിയൻ. യു കൊടുക്കാം, യൂണിയൻ ലിസ്റ്റ് ആണ്. എടാ, ബിരുദ കോഴ്സുകളുടെ ഘടന വിദ്യാഭ്യാസമല്ലേ? എന്ത് കൊടുക്കാം? കൺകറന്റ് ആണല്ലേ. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാർ, ഡിപ്ലോമസി അല്ലെങ്കിൽ വിദേശകാര്യമാണ്. ഇന്ത്യ ശ്രീലങ്ക നയതന്ത്ര കരാർ യൂണിയൻ ലിസ്റ്റ് ആണ്. ഇനി ദേശീയ വനനയം എന്താ പറയുക? വനം ഏത് ലിസ്റ്റിലാ വരിക? കൺകറന്റ് ലിസ്റ്റിലാ വരിക. ജയിൽ ചട്ടങ്ങൾ, പോലീസ് ജയില് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ? പുതിയ പോലീസ് നയം സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ? ഓക്കെ, എക്സാമ്പിൾസ് കൂടി പാഠപുസ്തകത്തിൽ നിന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. മുന്നോട്ടേക്ക് പോകുന്നു, ശ്രദ്ധിക്കാം, നോക്കാം. ഇനി നമ്മൾ ഓടിച്ചൊന്ന് പോവുകയാണ്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് റിഫ്രഷ് ചെയ്യുകയാണ്. യൂണിയൻ ലിസ്റ്റ് പഠിക്കാൻ എളുപ്പമാണ്. വിദേശകാര്യം, ഫോറിൻ അഫയേഴ്സ്, റെയിൽവേ ഓർത്ത് വെക്കുക. വിദേശകാര്യം, റെയിൽവേ, തപാൽ ആൻഡ് ടെലഗ്രാഫ്, ഇൻഷുറൻസ്, സെൻസസ്, ബാങ്കിങ്, ലോട്ടറി സെക്കൻഡ് ഫേസിലും ചോദിച്ചു. ലോട്ടറി നമുക്ക് കാണുമ്പോൾ സംശയം തോന്നും. ലോട്ടറി യൂണിയൻ ലിസ്റ്റ് ആണ് ലോട്ടറി. പൗരത്വം യൂണിയൻ ലിസ്റ്റ്. ലോട്ടറി ഒക്കെ ഇങ്ങനെ സംശയമുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ബാക്കി ഒരുവിധം കിട്ടും. വിദേശകാര്യം, പ്രതിരോധം, ബാങ്കിങ്, സെൻസസ്, ഇൻഷുറൻസ് ഒക്കെ നമുക്ക് കിട്ടും. സ്വാഭാവികമായി ലോട്ടറി, പൗരത്വം, ബാങ്കിങ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. എക്സാമിന് പെട്ടെന്നൊരു ഡൗട്ട് വന്നാലും അത് ക്ലിയർ ചെയ്യാൻ പറ്റണം. അറ്റോമിക് എനർജി, UPSC, CBI, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പാസ്പോർട്ട്, വിസ, യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ്. അറ്റോമിക് എനർജി, UPSC, CBI, വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി, പാസ്പോർട്ടും വിസയും, യുദ്ധവും സമാധാനവും. ഓക്കെ, ഇനി പേറ്റന്റ്, കോപ്പിറൈറ്റ്സ്, പകർപ്പവകാശം, ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം, പ്രതിരോധം, കരനാവിക വ്യോമസേനകളും യൂണിറ്റിലെ മറ്റ് പ്രതിരോധ സേനകളും, കരനാവിക പ്രതിരോധ സേനകൾ. ഓക്കെ, അപ്പൊ യൂണിയനിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സംശയമുള്ള ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സംസ്ഥാന ലിസ്റ്റിലേക്ക് വന്നാൽ പോലീസ്, ജയിൽ അടുപ്പിച്ച് പഠിച്ചാൽ മതി. പോലീസ് സ്റ്റേഷനും ജയിലും. കൃഷി, തദ്ദേശ സ്വയംഭരണം, മദ്യം ഓർത്ത് വെക്കുക. മദ്യം, പൊതുജനാരോഗ്യം കണക്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ പഠിക്കുക. അതായത് സംസ്ഥാന ലിസ്റ്റ് ആണ്. കൃഷി, തദ്ദേശ സ്വയംഭരണം, പോലീസ്, ജയില്, മദ്യം, പൊതുജനാരോഗ്യം, പോലീസ്, ജയില്, കൃഷി, തദ്ദേശ ഗവൺമെന്റ്, സ്റ്റേറ്റ് ലിസ്റ്റാ പഠിക്കുന്നത്. ഇനി കെട്ടിടം, വാഹനം, കാർഷിക വരുമാന നികുതി, കെട്ടിട നികുതി, വാഹന നികുതി, കാർഷിക വരുമാന നികുതി. അപ്പോ സംസ്ഥാന ലിസ്റ്റ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പോലീസ് ഉണ്ട്, ജയിലുണ്ട്, മദ്യം, പൊതുജന ആരോഗ്യം. അതുപോലെ തന്നെ ഓർത്തു വെക്കുക, കൃഷി, തദ്ദേശ ഗവൺമെന്റ്, കെട്ടിട, വാഹന, കാർഷിക വരുമാന നികുതി എന്നിവ ഓർക്കുക. ഇനി അവസാനമായിട്ട് കൺകറന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യമൃഗങ്ങൾ, വൈദ്യുതി, തൊഴിലാളി സംഘടനകൾ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. എപ്പോഴും ചോദിക്കുന്നല്ലേ, വനം, വന്യജീവി സംരക്ഷണം, വിദ്യാഭ്യാസം, അളവ് തൂക്കം, ട്രേഡ് യൂണിയനുകൾ, വൈദ്യുതി. ഓക്കെ, അതുപോലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളുടെ ഭരണ സമ്പ്രദായങ്ങൾ. ഇനി റീസെന്റ് ഒരു എക്സാമിന് കൺകറന്റ് മാത്രം തന്നിട്ട് ചുവടെ പറയുന്നവയിൽ കൺകറന്റ് പറയാൻ പറഞ്ഞു. അതിലെല്ലാം കൺകറന്റ് ലിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇങ്ങനെ പഠിച്ചു.
വിവാഹം വിവാഹമോചനം. ഇപ്പൊ രണ്ടു കൂട്ടരും വേണ്ടേ? വിവാഹം നടത്താനും രണ്ടു കൂട്ടർ വേണം, മോചിപ്പിക്കാനും രണ്ടു കൂട്ടർ വേണം. സ്വാഭാവികമായി എന്ത് പഠിക്കാം? വിവാഹം വിവാഹമോചനത്തിലേക്ക് എന്ത് കണക്ട് ചെയ്യണം? രണ്ടു കൂട്ടരും, അതായത് സ്റ്റേറ്റും സെൻട്രലും. ഇപ്പോ കൺകറന്റ് എന്ന് പഠിക്കുക. വിവാഹം വിവാഹമോചനം. ഇനി ജനന മരണ രജിസ്ട്രേഷൻ. വിവാഹം വിവാഹമോചനം, ജനന മരണ രജിസ്ട്രേഷൻ. ദത്തെടുക്കൽ, പിന്തുടർച്ച. പത്രം പുസ്തകം അച്ചടിശാല, പ്രസ് പത്രം പുസ്തകം അച്ചടിശാല. ഇനി ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം. കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അതായത് വിവാഹം വിവാഹമോചനം, ജനന മരണ രജിസ്ട്രേഷൻ, കുടുംബ ആസൂത്രണം, ദത്തെടുക്കൽ, സാമ്പത്തിക സാമൂഹ്യ ആസൂത്രണം, ഭക്ഷ്യവസ്തുക്കളുടെയും സാധനങ്ങളുടെയും മായം ചേർക്കൽ. എക്സാമിന് മായം ചേർക്കൽ എന്ന് മാത്രമായിട്ടും കൊടുക്കാറുണ്ട്. ഫാക്ടറികൾ കൂടി ഓർക്കുക. കൺകറന്റ് ലിസ്റ്റിൽ ഓർത്തു വെക്കേണ്ടതാണ്. പ്രധാനമായും വിവാഹം വിവാഹമോചനം, ജനന മരണ രജിസ്ട്രേഷനുകൾ, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, പത്രം പുസ്തകം അച്ചടിശാല, ദത്തെടുക്കൽ, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം, ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റു സാധനങ്ങളുടെയും മായം ചേർക്കൽ, ഫാക്ടറികൾ തുടങ്ങിയ വിഷയങ്ങളാണ്. കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാം. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനെ എക്സാമിന് ചോദിച്ചു. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ നന്ദകിഷോർ സിംഗ്, വൈവി റെഡ്ഡി, അഭിജിത് സെൻ, ഡോക്ടർ അരവിന്ദ് പനഗരിയ. കുറെ അധികം തവണ എക്സാമിന് ചോദിച്ചു. 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ ആണ്. ഇനി എന്താ ഇവിടുന്ന് ധനകാര്യ കമ്മീഷൻ കേന്ദ്രവും സംസ്ഥാനവും റീസെന്റ് എക്സാമിന് ഒരു സ്ഥിരം സാന്നിധ്യമാണ്. ആർട്ടിക്കിൾ മാത്രമായിട്ട് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചിരുന്നു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 280 ആണ്. ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 280. ഇന്ത്യൻ പ്രസിഡന്റ് ആണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത്. കമ്മീഷൻ സാധാരണഗതിയിൽ 5 വർഷ കാലാവധിയിലേക്കാണ്. 5 years. ഫിനാൻസ് 5 ആർട്ടിക്കിൾ 280 പ്രസിഡന്റ് രൂപീകരിക്കുന്നു. സാധാരണ 5 വർഷം, 5 വർഷ കാലാവധി. ആസ്ഥാനം ന്യൂഡൽഹിയാണ്, ആസ്ഥാനം മുംബൈ ആണെന്നൊരു എക്സാമിന് പറഞ്ഞു. തെറ്റാണ്. ഫിനാൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി എന്ന് പഠിക്കുക. ഇനി അർദ്ധനീതിന്യായ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ആർട്ടിക്കിൾ 280 എന്ന് പറഞ്ഞില്ലേ, ഭരണഘടനയിൽ ഒരു അനുച്ഛേദമുണ്ട്. ഭരണഘടനാ സ്ഥാപനമാണ് എന്ത്? ധനകാര്യ കമ്മീഷൻ. അതൊരു 5 അംഗങ്ങൾ ഉൾപ്പെടുന്ന, കാലാവധി 5 വർഷം എന്ന് പഠിച്ചു. അംഗങ്ങൾ 1+4, ഒരു അധ്യക്ഷനും 4 അംഗങ്ങളും ആണല്ലേ. 4 അംഗങ്ങളും ഒരു അധ്യക്ഷനും. 1+4, 1+4, 5 അംഗങ്ങൾ, 5 വർഷ കാലാവധി, ഭരണഘടനാ സ്ഥാപനം, ആസ്ഥാനം ന്യൂഡൽഹിയാണ്, പ്രസിഡന്റ് ആണ് രൂപീകരിക്കുന്നത്. 280 ആണ് അനുച്ഛേദം. ശ്രദ്ധിച്ചേ, കോൺസെൻട്രേറ്റ് ചെയ്തേ. നിയമിക്കുന്നത്, ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. കാലാവധി പൂർത്തിയായ ശേഷം ചെയർമാനായും അംഗങ്ങളായും വീണ്ടും നിയമിക്കാൻ സാധിക്കും. റീ അപ്പോയിന്റ്മെന്റ്, പുനർനിയമനം ധനകാര്യ കമ്മീഷനിൽ സാധ്യമാണ്. എന്താ പറയുന്നത്? വീണ്ടും തിരഞ്ഞെടുക്കാൻ, വീണ്ടും നിയമിക്കപ്പെടാൻ സാധിക്കും. എവിടെ? ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. അവസാന പോയിന്റിലേക്ക് വരാം. കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കാൻ ഭരണഘടന അധികാരപ്പെടുത്തിയിരിക്കുന്നത് പാർലമെന്റിനെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും 5 വർഷ കാലാവധിയിലേക്ക് പ്രസിഡന്റ് നിയമിക്കുന്നു. എന്നാൽ ഈ 5 പേരുടെയും യോഗ്യത തീരുമാനിക്കുന്നതിനുള്ള അധികാരം ഭരണഘടന ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിനാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനാണ്. പ്രധാന ചുമതലകൾ എക്സാമിന് ചോദിച്ചാൽ ഓർത്തുവെക്കുക. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ.
പേര് പോലെ തന്നെ ധനകാര്യ വിഷയം. എവിടുന്ന്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധനകാര്യ അല്ലെങ്കിൽ നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാന്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. രണ്ട് കാര്യം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിലെ നികുതി വിതരണം. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളും ഗ്രാന്റുകളെയും സംബന്ധിച്ച വിഷയങ്ങൾ. മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകുന്നതിനെ കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള വിഷയങ്ങളിലകത്തുള്ള അവരുടെ ഒപ്പീനിയൻസ്. ഇപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നികുതി വിതരണം. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട ഗ്രാന്റുകളും മറ്റു വിഷയങ്ങളും. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ഓർത്തു വെക്കുക സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അവരുടെ ലോക്കൽ ലെവൽ ഗവൺമെന്റുകൾക്ക് നൽകേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്. ഇനി ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. ഫിനാൻഷ്യൽ ഇഷ്യൂസിൽ പ്രസിഡന്റ് കൊടുക്കുന്ന ജോലികൾ ചെയ്യുക. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് ആർക്കാ? ധനകാര്യ കമ്മീഷന്റെ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രസിഡന്റിന്, രാഷ്ട്രപതിക്കാണ്. ധനകാര്യ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതിക്ക്, പ്രസിഡന്റിന് സമർപ്പിക്കുന്നു. പ്രസ്തുത റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നത് ആരാ? അത് പ്രസിഡന്റ് ആണ്. അപ്പോ ധനകാര്യ കമ്മീഷൻ പ്രസിഡന്റിന് വാർഷിക റിപ്പോർട്ട് കൊടുക്കും. ആ വാർഷിക റിപ്പോർട്ട് പ്രസിഡന്റ് എവിടെ വെക്കുന്നു? പാർലമെന്റില് സമർപ്പിക്കുന്നു. ഇനി ധനകാര്യ കമ്മീഷന്റെ ശിപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 281 ആണ്. സിമ്പിൾ പോയിന്റ് അല്ലേ? ആർട്ടിക്കിൾ 280 കേന്ദ്ര ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 281 ഈ ധനകാര്യ കമ്മീഷൻ നൽകുന്ന അഡ്വൈസുകൾ, ശിപാർശകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ്, വകുപ്പാണ്, അനുച്ഛേദമാണ് 281. ഇനി ഇവിടെ പറയുന്നത് ധനകാര്യ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളവയാണ്, ഉപദേശക രൂപത്തിൽപ്പെട്ടവയാണ്. അതായത് ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളവയാണ്, അഡ്വൈസറി സ്വഭാവമുള്ളവയാണ്. പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പാലിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളവയാണ്. കേന്ദ്ര സർക്കാരിനത് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി ആസ്ഥാനം ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയി മാർഗ്, ന്യൂഡൽഹി. റീസെന്റ് ഞാൻ പറഞ്ഞില്ലേ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം മുംബൈ എന്ന് കൊടുത്തു, ന്യൂഡൽഹി ആണെന്ന് ശരിയായി പഠിക്കുക. ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയി മാർഗ്, ന്യൂഡൽഹി. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ സ്റ്റിൽ സ്റ്റാറ്റിക് GK KC നിയോഗി. എന്താ ചോദ്യം? ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ KC നിയോഗി 1951 ആദ്യത്തെ ധനകാര്യ കമ്മീഷനെ രൂപീകരിച്ചത്. 52 മുതൽ 57 വരെ ആയിരുന്നു കാലാവധി. KC നിയോഗി പ്രഥമ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ 51 നിയോഗിക്കപ്പെട്ടു. 52, 57 കാലഘട്ടമായിരുന്നു ഡ്യൂറേഷൻ എന്നുകൂടി ഓർത്തു വെക്കുക. മുന്നോട്ട് പോകാം. ശ്രദ്ധിക്ക്. ഇനി ആദ്യത്തെ ആള് KC നിയോഗിയാണെങ്കിൽ രണ്ടാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ സന്താനം. KC നിയോഗി പ്രഥമ അധ്യക്ഷൻ. രണ്ടാമത്തെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ സന്താനമാണ്. ഇനി 15ാമത്തെ ആളായിരുന്നു NK സിംഗ്. 15ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ NK സിംഗ്. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് എക്സാമിന് ചോദിച്ചത്. അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷനിലെ മലയാളി സാന്നിധ്യം. കേന്ദ്ര ധനകാര്യ കമ്മീഷനില് 16ാം ധനകാര്യ കമ്മീഷനില് മലയാളി സാന്നിധ്യമാണ് ആനി ജോർജ് മാത്യു. ആ പേര് നോക്കി വെക്കുക. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ
എക്സാമുകളിൽ റീസെന്റ് നടന്ന പരീക്ഷകളിൽ സ്ഥിരമായൊരു സാന്നിധ്യമാണ് കേന്ദ്ര സംസ്ഥാന ധനകാര്യ കമ്മീഷനുകൾ. കൃത്യമായി ഒന്ന് നോക്കി പോവുക. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോ സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ടു പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? എല്ലാവർക്കും കിട്ടുന്ന മാർക്ക്. ഓൾറെഡി നമ്മൾ ആമുഖത്തെ പറ്റി ഒരു ക്വസ്റ്റ്യനും അതിന്റെ വിശദീകരണവും ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. എനിവേ, ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ആമുഖത്തിലാണ് ഈ വാക്കുകൾ സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. അവിടെ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം 42ാം ഭേദഗതി എന്നതാണ്. സോ നമുക്ക് അതിനെ പറ്റി ഒന്ന് വിശദീകരണം നോക്കാം. അറിയാം, ഭരണഘടനാ ഭേദഗതി എന്നൊരു ഭാഗം നമ്മുടെ എക്സാമിന്റെ സിലബസിൽ കൃത്യമായി പറയുന്നു. എപ്പോഴും പ്രധാനമായി 42, 44 ഭേദഗതികൾ, അതുപോലെ 86ാം ഭേദഗതി, 61ാം ഭേദഗതി, 52ാം ഭേദഗതി, 106ാം ഭേദഗതി വരെ എക്സാമിൽ ഇപ്പൊ പുതിയ പാഠപുസ്തകത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്ഥിരമായി ചോദിക്കുന്നതാണ് ഭേദഗതികൾ. അതിൽ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഓരോ ഭേദഗതികൾ ഒരു സൈഡില് മറ്റ് 3 കോളമായിട്ട് വരെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞു. സോ ഭേദഗതി എന്ന ഭാഗം കൃത്യമായിട്ട് പഠിക്കണം. എക്സാമിന് അത്രയും വാലിഡ് ആണ്. നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ജനുവരി 26 നിലവിൽ വന്നതാണ്. ഇന്നിപ്പോ ഒരുപാട് വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ത്യ 79ാം സ്വാതന്ത്ര്യ ദിനവും 76ാം റിപ്പബ്ലിക് ദിനവും ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. സോ കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഒരു വലിയ കാലഘട്ടം ഇങ്ങ് കടന്നുപോയി. 50 വർഷത്തിന് മുകളിലേക്ക് പോകുമ്പോൾ കാലാകാലങ്ങളായി വലിയ മാറ്റങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ തിരുത്താം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അഥവാ ഭരണഘടന ഭേദഗതി എന്ന പേരിലാണ്. ശ്രദ്ധിച്ചേ, ഇവിടുത്തെ ഭാഗം 20ലാണല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20 ആർട്ടിക്കിൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. 368 ആണ്. 368. ഓക്കെ, ശ്രദ്ധിച്ചേടാ. അതായത് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ദക്ഷിണ ആഫ്രിക്കയിൽ നിന്നാണല്ലേ. സൗത്ത് ആഫ്രിക്ക, ദക്ഷിണ ആഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ദക്ഷിണ ആഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യ ഫോളോ ചെയ്തത്. ആർട്ടിക്കിൾ 368 ആണ് ഭാഗം 20 എന്നോർക്കുക. ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. സംസ്ഥാന നിയമസഭകൾക്കല്ല ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ഇന്ത്യയുടെ പാർലമെന്റിനാണ്. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ, അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുവാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ആ പോയിന്റ് ശ്രദ്ധിക്ക്, സ്ഥിരം ചോദ്യമാണ്. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടന, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുമായി ബന്ധപ്പെട്ട കേസ്, ബേസിക് സ്ട്രക്ചർ എന്ന ആശയം മുന്നോട്ട് വെച്ച കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ശ്രദ്ധിക്ക്, ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഭാഗം 20 ആർട്ടിക്കിൾ 368 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ്. മാത്രവുമല്ല, പാർലമെന്റിനാണ് അതിനുള്ള അവകാശം. അടിസ്ഥാന ഘടനയെ ബാധിക്കാൻ പാടില്ല. കേശവാനന്ദ ഭാരതി 73 കേസ് കൂടി ഓർക്കുക. മുന്നോട്ട് പോകുന്നു, ശ്രദ്ധിക്കുക. ഇനി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എങ്ങനെ നമുക്ക് മുന്നോട്ട് വെക്കാം എന്ന് ചോദിച്ചാൽ, പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഭരണഘടനാ ഭേദഗതി നടപടികൾ ആരംഭിക്കുവാൻ സാധിക്കൂ. സ്വാഭാവികമായും പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ, രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ടാവണം ഭരണഘടനാ ഭേദഗതി ആരംഭിക്കേണ്ടത്. അവിടെ എടുത്തു പറയുന്നു, ബില്ല് ഒരു മന്ത്രിക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാവുന്നതാണ്. എങ്ങനെയാണ്? ഒരു പബ്ലിക് മെമ്പർക്കോ പ്രൈവറ്റ് അംഗത്തിനോ, അതായത് ഒരു മന്ത്രിക്കോ ഒരു സ്വകാര്യ വ്യക്തിക്കോ എന്ത് ചെയ്യാം? അവതരിപ്പിക്കാം. സ്വകാര്യ വ്യക്തി മീൻസ് സ്വകാര്യ അംഗം. മന്ത്രിമാരൊഴികെയുള്ള എല്ലാ അംഗങ്ങളും, ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ, മന്ത്രിമാരൊഴികെയുള്ള എല്ലാ അംഗങ്ങളെയും
പ്രൈവറ്റ് അംഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുക, സ്വകാര്യ അംഗമായി കണക്കാക്കുന്നു. അപ്പോ മന്ത്രിമാർക്കോ സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാവുന്നതാണ്. ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. എന്താ പറഞ്ഞത്? പാർലമെന്റിന്റെ ഏത് സഭയിലും അവതരിപ്പിക്കാം. പ്രൈവറ്റ് അംഗത്തിനോ പബ്ലിക് അംഗത്തിനോ മന്ത്രിക്കോ അവതരിപ്പിക്കാം. പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന് പഠിക്കുക. ശ്രദ്ധിക്ക്, മുന്നോട്ട് പോകുന്നു. ഓരോ സഭയും, ലോക്സഭയും രാജ്യസഭയും പ്രത്യേകം ബില്ല് പാസ്സാക്കണം. നോർമലി പോലെ തന്നെ ഇരുസഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ബില്ല് ചർച്ച ചെയ്യുന്നതിന് സംയുക്ത സമ്മേളനം നടത്തുവാൻ വ്യവസ്ഥയില്ല. എന്താ പറയുന്നത്? ഭരണഘടനാ ഭേദഗതിക്ക് അവതരിപ്പിക്കുവാൻ പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അതുപോലെ തന്നെ ഇനി രണ്ട് സഭകളും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിൽ എന്തില്ല? അവർക്ക് ഒരു സംയുക്ത സമ്മേളനത്തിനുള്ള സാധ്യത ഭരണഘടനാ ഭേദഗതിയിന്മേൽ സംയുക്ത സമ്മേളനത്തിനുള്ള വ്യവസ്ഥ ഇല്ല എന്ന് പഠിക്കുക. ഇനി ബില്ല് ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 പേരുടെ പിന്തുണ ഉണ്ടാകണം. ഓക്കെ, 2/3 ഭൂരിപക്ഷം സഭയിൽ വന്ന് ഹാജരായവരുടെ 2/3 ഇത് സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും ആയിരിക്കണം. ഇരുസഭകളും ലോക്സഭയും രാജ്യസഭയും 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം. വന്ന് വോട്ട് ചെയ്തവരുടെ 2/3 ഭൂരിപക്ഷമാവണം. ഇത് സഭയുടെ ആകെ ഭൂരിപക്ഷവും ആവുകയും വേണം. ഇനി ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകൾ നമുക്കറിയാം. സംസ്ഥാന കേന്ദ്ര അധികാരവുമായി ബന്ധപ്പെട്ട ഒരു ഫെഡറൽ വ്യവസ്ഥയിലുള്ള ഒരു ഭേദഗതിയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ കൂടി അനുമതി. എന്താ പറയുന്നത്? ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും നിയമനിർമ്മാണ സഭകൾ കേവല ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കണം. അതായത് ഒരു ഫെഡറൽ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അധികാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയാൽ മാത്രം പോരാ, പകുതി സംസ്ഥാനങ്ങളെങ്കിലും കേവല ഭൂരിപക്ഷത്തോടെ ഈ ഭേദഗതിയെ അംഗീകരിക്കേണ്ടതാണ്. അവസാനമായി ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ബില്ല് തടയാനോ പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്ക് ബില്ല് തിരികെ അയക്കാനോ കഴിയില്ല. ഭരണഘടനാ ഭേദഗതി എന്തു ചെയ്യാൻ കഴിയില്ല? ബില്ല് ഒപ്പിടാതിരിക്കാനോ തടഞ്ഞു വെക്കുവാനോ പുനഃപരിശോധനയ്ക്കായി അയക്കുവാനോ കഴിയില്ല. ഏത്? ഭരണഘടനാ ഭേദഗതി. ഇനി പ്രസിഡന്റ് അനുമതിക്ക് ശേഷം ബില്ലൊരു നിയമമായി മാറുന്നു. ശരിയാണ്, ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി, പ്രസിഡന്റ് അംഗീകരിക്കുന്നതോടുകൂടി ഭരണഘടനാ ഭേദഗതി നിയമമായി മാറുകയാണ്. 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ. നമ്മൾ 42nd അമെന്റ്മെന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതി 1976 42nd അമെന്റ്മെന്റിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 10 മൗലിക കടമകൾ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. ഇനി ഭാഗം 4A, ഭാഗം 4A അല്ല, ഭാഗം 14A അഥവാ ട്രിബ്യൂണലുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തത് 42nd അമെന്റ്മെന്റിലാണ്. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എക്സാമിന് ചോദിക്കും. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. 323B ആണെങ്കിൽ മറ്റ് ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 323B മറ്റ് ആവശ്യങ്ങൾക്കുള്ള ട്രിബ്യൂണലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി ഉയർത്തിയ ഭേദഗതി 42nd അമെന്റ്മെന്റ് ആണ്. ഒരു പോയിന്റ് കൂടെ ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു 42ാം ഭേദഗതിയിലൂടെയാണ് നമ്മുടെ മൗലിക കടമകൾ ഭാഗം 4A കൂട്ടിച്ചേർത്തു. ഭാഗം 14A അഥവാ ട്രിബ്യൂണലുകളെ സംബന്ധിക്കുന്ന
ഭേദഗതി അല്ലെങ്കിൽ 14A എന്ന ഭാഗം കൂട്ടിച്ചേർക്കുന്നു. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണല്, 323B മറ്റു ട്രിബ്യൂണലുകളെ പറ്റി പരാമർശിക്കുന്നു. ഇനി നമ്മുടെ രാജ്യത്തെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി ഉയർത്തിയ ഭേദഗതി 42nd അമെൻമെന്റ് ആണ്. ഓക്കെ, നോക്കാം. ഇനി പ്രധാനമായും 976 42ാം ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവി സംരക്ഷണം, സുപ്രീം കോടതി, മറ്റു കോടതികൾ, ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളുടെ ഭരണ സമ്പ്രദായം. ഏതൊക്കെയാ? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവി സംരക്ഷണം, സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റ് കോടതികളുടെ അധികാര സംവിധാനങ്ങൾ. ഇനി നിർദ്ദേശക തത്വങ്ങളിൽ വന്ന മാറ്റം 42nd അമെൻമെന്റിലൂടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് 3 വകുപ്പുകൾ, 3 ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. 43A, 48A, 39A. ഏതൊക്കെയാ? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 3 വകുപ്പുകൾ കൂട്ടിച്ചേർത്തത് 42nd അമെൻമെന്റിലൂടെയാണ്. 42ാം ഭേദഗതിയിലൂടെ നമ്മുടെ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 3 വകുപ്പുകൾ 39A, 39A, 43A, 48A. ശ്രദ്ധിക്കുക, 39A പറയുന്നത് തുല്യനീതി സൗജന്യ നിയമ സഹായം. തുല്യനീതി സൗജന്യ നിയമ സഹായം. ആർട്ടിക്കിൾ 39A, 43A വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 39A തുല്യ നീതി സൗജന്യ നിയമസഹായം, 43A വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, 48A പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളും വന്യജീവിയും. അപ്പൊ 39A, 43A, 48A എന്നിവ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയുമാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ റീസെന്റ് ASM ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ്. 2025-26 ഇന്ത്യയുടെ ധനകാര്യ ബജറ്റുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ്. ഒരു രാജ്യം ആ രാജ്യത്തെ മണ്ണ് മാത്രമല്ല, ആ രാജ്യത്തെ ജനങ്ങളാണ് എന്നാരംഭിക്കുന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. ഈ വരികൾ എഴുതിയത് ആരാണ്? ഗിരിജട അപ്പറാവു, രവീന്ദ്രനാഥ ടാഗോർ, ONV കുറുപ്പ്, ഡോക്ടർ സിന്തലി കയ്യ. നമുക്കറിയാം ഗരുജട അപ്പറാവു എന്ന വാക്കുകൾ ഒരു രാജ്യമെന്നാൽ ആ രാജ്യത്തെ മണ്ണു മാത്രമല്ല, ആ രാജ്യത്തെ ജനങ്ങളാണ് എന്നത് ആരുടെ വരികളാണെന്ന് ഓർക്കുക? ഗരുജട അപ്പറാവുവിന്റെ വരികളാണെന്ന് ഓർക്കുക. എക്സാമിന് റീസെന്റ് ചോദിച്ച കറണ്ട് അഫെയർ. കേന്ദ്ര ബജറ്റ് 25-26 സാമ്പത്തിക വർഷം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ബജറ്റ് എന്ന വാക്ക് ഭരണഘടനയിൽ ഇല്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വാർഷിക ധനകാര്യ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വകുപ്പ് ആർട്ടിക്കിൾ 112 ആണല്ലേ, 112 ആണ്. 110 മണി ബില്ല് 112 ആണ് ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ആയിരുന്നു 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി അവതരിപ്പിച്ചത്. 3ാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് 2025 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഒരു ബജറ്റ് അവതരണം മറ്റൊരു റെക്കോർഡ് കൂടിയായിരുന്നു. ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 1 മണിക്കൂർ 14 മിനിറ്റ്, 1 മണിക്കൂർ 14 മിനിറ്റ് അല്ലെങ്കിൽ 74 മിനിറ്റ് എന്ന് പറയാം. 1 മണിക്കൂർ 14 മിനിറ്റ് എടുത്തുകൊണ്ട് അവതരിപ്പിച്ച ഈ ബജറ്റ് ചരിത്രത്തിലേക്കുള്ള ബജറ്റ് ആയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 8 ബജറ്റുകൾ, ഒരു ഇടക്കാല ബജറ്റ്, 7 സമ്പൂർണ്ണ ബജറ്റുകൾ എന്നിങ്ങനെ 8 ബജറ്റുകളുമായി ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ് നിർമ്മല സീതാരാമൻ എക്സാമിന് ചോദിച്ചു. ഇനി തെലുങ്ക് കവിയും നാടകകൃത്തുമായ ശ്രീ ഗുരുജാഡ അപ്പറാവുവിന്റെ ഒരു രാജ്യമെന്നാൽ അതിന്റെ മണ്ണു മാത്രമല്ല, ഒരു രാജ്യമെന്നാൽ അതിന്റെ ജനങ്ങളാണ് എന്ന പ്രസിദ്ധമായ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്.
ഓക്കെ, തെലുങ്ക് കവിയും നാടകകൃത്തുമായ ഗുരുജാഡ അപ്പറാവുവിന്റെ വരികളായിരുന്നു. 25-26 ബഡ്ജറ്റിന്റെ തീം സബ്കാ വികാസ്. എന്താണ് 2025-26 ബഡ്ജറ്റ് 25 ഫെബ്രുവരി 1 അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് 1 മണിക്കൂർ 14 മിനിറ്റ് എടുത്ത ബഡ്ജറ്റ് ആണ്. ഓർത്തു വെക്കുക, എന്താണ് സബ്കാ വികാസ് എന്നതായിരുന്നു 25-26 ബഡ്ജറ്റിന്റെ തീം. ലക്ഷ്യം വികസിത ഭാരതം. തീം പഠിച്ചു. സബ്കാ വികാസ് എന്നതാണ് ലക്ഷ്യമാണ്. വികസിത ഭാരതം. ഇനി എക്സാമിന് കൃത്യമായി ഇതൊന്ന് നോക്കി വെക്കുക. ഇനി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ബജറ്റ് ലക്ഷ്യം വെക്കുന്ന 4 ജനവിഭാഗങ്ങൾ. നോക്കിയേ, ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിങ്ങനെ ഗരീബ്, യൂത്ത്, അന്തത, നാരി എന്നിങ്ങനെ പഠിക്കുക. 4 കൂട്ടർ. അതായത് 25-26 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 112 അനുച്ഛേദ പ്രകാരം ലക്ഷ്യം വെക്കുന്ന പ്രധാന ജനവിഭാഗങ്ങൾ ആരൊക്കെയാ? സ്ത്രീകളുണ്ട്, യുവാക്കളുണ്ട്, കർഷകർ, ദരിദ്രർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവരെയാണ് എക്സാമിന് ചോദിക്കും. ഓർത്തു വെക്കുക, 4 ജനവിഭാഗങ്ങൾ: ദരിദ്രർ, യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിങ്ങനെ കൃത്യമായി ഓർത്തു വെക്കുക. എക്സാമിന് ചോദിക്കും. ഇനി വികസന യാത്രയിലേക്ക് വികസനത്തിന്റെ 4 എഞ്ചിനുകൾ ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ 4 ജനവിഭാഗങ്ങളാണ്: സ്ത്രീകൾ, കർഷകർ, ദരിദ്രർ, യുവാക്കൾ. ഇനി 4 എഞ്ചിനുകളിലേക്ക് വരാം. അതുകൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. കൃഷി, MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. നിക്ഷേപം, കയറ്റുമതി. കൃഷി, നിക്ഷേപം, കയറ്റുമതി. അപ്പൊ 4 എഞ്ചിനുകൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിലേക്കുള്ള 4 എഞ്ചിനുകളായിട്ട് 25-26 ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്നത് ഏതൊക്കെയാ? കൃഷി, കയറ്റുമതി. MSME ഏതൊക്കെയാ? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസുകൾ. അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട്, നിക്ഷേപം കൂടി ഓർക്കുക. നിക്ഷേപം, കൃഷി, കയറ്റുമതി, MSME എന്നീ 4 എഞ്ചിനുകളെ ഓർക്കുക. ഇനി ഇതിന് ഊർജമാവുന്നത്, ഇന്ധനമാവുന്നത് പരിഷ്കാരങ്ങളാണ്. ഈ 4 എഞ്ചിനുകൾ കൃഷി, കയറ്റുമതി, നിക്ഷേപം, MSME എന്നിവയ്ക്ക് ഊർജമാവുന്നത് എന്താണ്? ഇന്ധനമാവുന്നത് പരിഷ്കാരങ്ങളാണെങ്കിൽ മനോഭാവം എല്ലാവരെയും ഉൾപ്പെടുത്തുക, എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുപോവുക. വികസിത ഭാരതമാണ് ഇവിടെയും ലക്ഷ്യമാക്കുന്നത്. സോ ഓർത്തു വെക്കുക, ജനവിഭാഗങ്ങൾ സ്ത്രീകൾ, യുവാക്കൾ, ദരിദ്രർ, കർഷകർ. എഞ്ചിനുകളാണെങ്കിൽ കയറ്റുമതി, കൃഷി, നിക്ഷേപം, MSME എന്നിവയാണ്. ഓക്കെ, എക്സാമിന് ചോദിക്കും. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു. മാച്ച് ദ ഫോളോയിങ് ആണ്. ആർട്ടിക്കിളുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ധനകാര്യ കമ്മീഷനെ എങ്ങോട്ട് കണക്ട് ചെയ്യാം? ഓപ്ഷൻ 1D 280 നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷൻ റീസെന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. എക്സാമിന് ഇനിയും ചോദിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സാമിന് കൃത്യമായി പഠിച്ചിട്ട് പോവുക. 324 അല്ലേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 2C. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG, ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 148 അല്ലേടാ. അപ്പോ 3A എന്ന് പഠിക്കുക. 148. 4 സ്വാഭാവികമായും B ആയിരിക്കും. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76. അപ്പൊ ശ്രദ്ധിക്ക്, എക്സാമിന് കൃത്യമായി പഠിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. 280 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആണ്. അറിയാവുന്ന പോയിന്റ് ആണ്. 280 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എഴുതി പഠിക്ക്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 324 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി 148 CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 76 ആണ് അറ്റോർണി ജനറൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്ക്, നമുക്ക് നോക്കാം. ധനകാര്യ കമ്മീഷൻ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽസ് പഠിച്ചതാണ്. 280 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ 324 ആണ്.
1950 ജനുവരി 25 റിപ്പബ്ലിക് ആവുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 ജനുവരി മാസം 25 തീയതി, അതായത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950 ജനുവരി 25. ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. പ്രധാനമായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കറിയാം, നമ്മുടെ ഇലക്ഷൻ, നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകളെ തിരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ. അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാജ്യത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്നോർക്കുക. ഇനി ശ്രദ്ധിക്കുക, ഇന്ത്യയില് സമ്മതിദായക ദിനം, വോട്ടേഴ്സ് ഡേ, ജനുവരി 25 പാഠപുസ്തകത്തിലുള്ള പോയിന്റ് ആണ്. സ്കൂൾ പാഠപുസ്തകത്തിലുള്ള ഒരു പോയിന്റ് ആണ്. 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. സ്വാഭാവികമായും ജനുവരി 25 സമ്മതിദായക ദിനം, വോട്ടേഴ്സ് ഡേ ആയിട്ട് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയില് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 മറ്റു കമ്മീഷണർമാർ ഉൾപ്പെടെ ആകെ 3 പേരടങ്ങുന്ന കമ്മീഷനാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും ഉൾപ്പെടുന്ന കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. നിലവിൽ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ നിലവില് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. മറ്റ് 2 കമ്മീഷണർമാർ വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു. വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു. 3 പേരുടെ പേര് പറ. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരാണ്. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ 324 1950 ജനുവരി 25 എന്ന് പഠിച്ചു. നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. നിയമിക്കുന്നത്, ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നു. കാലാവധി 6 വർഷം 65 വയസ്സ്. 6 വർഷം 65 വയസ്സ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 വർഷം 65 വയസ്സ് എന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി നമ്മൾ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 148 ആണ്. 148 മുതൽ 151 വരെ CAG-യുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 148. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG, പൊതുഖജനാവിന്റെ കാവൽക്കാരൻ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ മഹാത്മാ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് CAG ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ്. 148 മുതൽ 151 വരെ CAG-യെ പറ്റി പരാമർശിക്കുന്നു. നിലവിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരുടെ? 15ാമത്തെ CAG ആണ് സഞ്ജയ് മൂർത്തി. തെറ്റിക്കുകയും ചെയ്യരുത്, സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ 15ാമത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പേര് സഞ്ജയ് മൂർത്തി. 15ാമത്തെ CAG ആണ്. ഇനി സഞ്ജയ് മൽഹോത്ര, നിലവിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. അത് സഞ്ജയ് മൽഹോത്ര, ഇന്ത്യയുടെ 26ാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. ഇന്ത്യയുടെ 26ാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൂർത്തി CAG ആണെന്ന് ഓർക്കുക, തെറ്റിപ്പോരുത്. 6 വർഷം 65 വയസ്സാണ് CAG-യെ നിയമിക്കുന്നത് പ്രസിഡന്റ്. കാലാവധി 665. ഇനി മുന്നോട്ട് പോകുന്നു. അവസാനമായി ആർട്ടിക്കിൾ 76 AG അഥവാ അറ്റോർണി ജനറൽ. നമുക്കറിയാം
കേന്ദ്ര സർക്കാരിന്റെ നിയമ ഉപദേശകൻ, ലീഗൽ അഡ്വൈസർ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അറ്റോർണി ജനറൽ, എ ജി അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 76 എ ജി ആണ്. നിലവിൽ ഇന്ത്യയിലെ എ ജി എന്ന് പറയുന്നത് ആർ വെങ്കിട്ട രമണിയാണ്. സംസ്ഥാന സർക്കാരുകളുടെ നിയമോപദേശകന്റെ പേര് അഡ്വക്കേറ്റ് ജനറൽ ആണല്ലേ. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 165 എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കുന്ന പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തി. നല്ലൊരു പോയിന്റ് ആണ്, പ്രീവിയസ് ചോദ്യമാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ വക്കീലായിട്ടുള്ള, കേന്ദ്ര സർക്കാരിന്റെ നിയമോപദേശകനായിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനായ ആര്? അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽക്ക് എന്ത് ചെയ്യാമെന്നാ പറയുന്നത്? അതായത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗിൽ പങ്കെടുക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും സാധിക്കുന്ന പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് അറ്റോർണി ജനറൽ എന്ന് പഠിക്കുക. അറ്റോർണി ജനറലിന് പാർലമെന്റിൽ വോട്ടവകാശം ഇല്ല. ഒരു പാർലമെന്റ് അംഗത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും അദ്ദേഹത്തിന് ലഭിക്കുന്നു. നിലവിൽ AG ആർ വെങ്കിട്ട രമണി എന്നതുകൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.